ഇവിടെയുള്ള ദൈവസഭയ്ക്കായിട്ട് ഞാൻ കർത്താവിനോട് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ക്രമീകരിച്ചിട്ടുള്ള വിശേഷ യോഗങ്ങളിലേക്ക് ഇളയവനെ വിളിക്കുകയും ഇങ്ങനൊരവസരം ഒരുക്കി നൽകുകയും ചെയ്ത കർത്താവദാസനോടും സഭയോടുമുള്ള എൻ്റെ സ്നേഹവും നന്ദിയും പ്രാരംഭമായിട്ട് പ്രകാശിപ്പിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. ഇന്ന് രാത്രിയിലും നാളെയും ഒക്കെ ദൈവം അനുവദിച്ചാൽ നമ്മൾ ദൈവവചനം ശ്രദ്ധിക്കുവാൻ പോകുമ്പോൾ ദൈവത്തിന് എന്താണോ ഈ വർഷാന്ത്യത്തിന്റെ ദിവസങ്ങളിൽ നമ്മളോട് സംസാരിക്കുവാനുള്ളത് എന്നുള്ള ആ സന്ദേശം കേൾക്കുവാൻ കാതു കുറിപ്പിച്ച വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിച്ചിട്ട് വിഷയം എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പിന്നീട് പ്രാർത്ഥിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഈ വർഷാന്ത്യത്തിൽ ദൈവം സംസാരിക്കുക എൻ്റെ മനസ്സിൽ നൽകിയത് ഈ ദിവസങ്ങളിൽ ഞാൻ പഠിക്കുകയും പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നൽകിയ ചില ആലോചനകളാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. നമ്മുടെ പഠന വിഷയം നിങ്ങളുടെയൊക്കെ നോട്ടീസുകളിൽ നിങ്ങളെ അറിയിച്ചിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വിശ്വസ്തതയും ആ ദൈവത്വന്റെ വിശ്വസ്തതയോടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ. നമ്മൾ ഈ 2024 വിട്ട് നമ്മളെ കടന്നു പോകാണ്ട് നിൽക്കുകയാണ്. തിരിഞ്ഞു നോക്കി നമ്മളെല്ലാവരും പറയുന്ന ഒരു സാക്ഷ്യമുണ്ടാകും, ദൈവം വളരെ വിശ്വസ്തനായിരുന്നു. ദൈവം നമ്മളോടൊക്കെ വളരെ വിശ്വസ്തനാണ്, അതിന് സംശയമില്ലാത്ത കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം തൊട്ട് വെളിപ്പാട് പുസ്തകം വരെയുള്ള അധ്യായങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വിശ്വസ്തതയുടെ വിവിധ തലങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഈ 2 ക്ലാസ്സുകൾ കൊണ്ട് വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവിക വിശ്വസ്തത മുഴുവൻ വെളിപ്പെടുത്തുവാനായിട്ട് സാധ്യമല്ലല്ലോ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ആവർത്തന പുസ്തകത്തെ അധികരിച്ചുള്ള ചില ആത്മീക ആശയങ്ങളാണ്. ആവർത്തന പുസ്തകം, ആ പുസ്തകത്തിലേക്ക് വന്ന ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് ആ പുസ്തകത്തിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം, നമ്മുടെ വിഷയം ഒന്ന് മനസ്സിലാക്കുവാൻ ആവശ്യമായ ഒരു ചരിത്ര പശ്ചാത്തലം വളരെ പെട്ടെന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. ഈ പുസ്തകം നിങ്ങൾ അറിയുന്ന പോലെ പഞ്ചഗ്രന്ഥങ്ങളിൽ ഒന്നാണ്. മോശയാൽ വിരചിതമായ അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥമാണ് ആവർത്തന പുസ്തകം എന്ന് പറയുന്നത്. ഏതാണ്ട് BC 1410 കാലഘട്ടത്തിൽ മോവാബ് സമഭൂമിയിൽ വെച്ചാണ് മോശയാൽ ഈ പുസ്തകം വിരചിതമായത് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഈ പുസ്തകത്തിന് ആവർത്തന പുസ്തകം എന്നുള്ള പേര് വരാനുള്ള കാരണം എന്തായിരിക്കാം? ആവർത്തന പുസ്തകം ഒരു ബൈബിൾ ക്ലാസ് ആണല്ലോ, അതുകൊണ്ട് ഞാനൊരു പ്രസംഗം നടത്തുകയില്ല. ആവർത്തന പുസ്തകം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഉത്തരവുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഈ പുസ്തകത്തെ ആവർത്തന പുസ്തകം എന്ന് പറയുന്നത്? ആവർത്തിച്ച് പറയുന്നത് കൊണ്ടാണ് ഈ പുസ്തകത്തെ ആവർത്തന പുസ്തകം എന്ന പേര് വന്നിരിക്കുന്നത്. സെപ്റ്റുജന്റ്, അതായത് എബ്രായ ഭാഷയിൽ നിന്ന് പഴയ നിയമം ഗ്രീക്ക് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയതിനെയാണ് സെപ്റ്റുജന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സെപ്റ്റുജന്റ് പരിഭാഷയിൽ ഈ ഗ്രന്ഥത്തിന് കൊടുത്തിരിക്കുന്ന പേര് ഡ്യൂട്രോണമിയോൺ എന്ന് പറയുന്ന പദമാണ്. ആ പദത്തിന്റെ അർത്ഥം 2-ാം ഗ്രന്ഥം അല്ലെങ്കിൽ 2-ാം ന്യായപ്രമാണം എന്നാണ് ഈ പുസ്തകത്തിന് പറഞ്ഞിരിക്കുന്നത്. ദ സെക്കൻഡ് ലോ ഓഫ് മോസസ് അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ ഓഫ് ദ ലോ. ആവർത്തന പുസ്തകത്തിന്റെ അല്ലെങ്കിൽ ദൈവിക ന്യായപ്രമാണത്തിന്റെ ആവർത്തനം എന്ന് വേണമെങ്കിൽ ഈ പുസ്തകത്തെ പറയാം. അതിന്റെ കാരണം 10 കൽപ്പനകളും അതുപോലെ തന്നെ മറ്റു പല കൽപ്പനകളും മറ്റു പുസ്തകങ്ങളിൽ പഞ്ചഗ്രന്ഥങ്ങളിലെ മറ്റു പല പുസ്തകങ്ങളിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഈ ഗ്രന്ഥത്തെ എന്ന് പറയുന്നത് ആവർത്തന പുസ്തകം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ പുസ്തകം എഴുതിയതിന്റെ ഒരു കാലഘട്ടം, എപ്പോഴാണ് ഇത് എഴുതിയത് എന്നുള്ളത് പ്രത്യേക ശ്രദ്ധേയമാണ്. ഇതിന്റെ ചരിത്ര പശ്ചാത്തലം 1-ാം അധ്യായത്തിന്റെ ആവർത്തന പുസ്തകം 1-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വളരെ പെട്ടെന്ന് വാക്യം ഒന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 1-ാം അധ്യായം അതിന്റെ 2-3 വാക്യം. അപ്പോൾ ഇവിടെ പറയുന്നത് 3-ാം വാക്യത്തിൽ 40-ാം സംവത്സരം 11-ാം മാസം 1-ാം തീയതി മോശ ഇസ്രായേൽ മക്കളോട് യഹോവ അവർക്ക് തന്നോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുസ്തകത്തിലെ സന്ദേശം നൽകിയ കാലഘട്ടം എന്ന് പറയുന്നത് 40-ാം സംവത്സരം 11-ാം മാസം 1-ാം തീയതി. അപ്പോൾ ഏത് 40-ാം സംവത്സരമാണെന്നൊരു ചോദ്യം വരും. ഏത് 40-ാം സംവത്സരം ആയിരിക്കും?
ക്ലാസ് ആണല്ലോ. 40-ാം സംവത്സരം 11-ാം മാസം 1-ാം തീയതി. അപ്പോൾ ഏത് 40-ാം സംവത്സരമാണ്? അതാണ് അതിന്റെ കാര്യം. അതായത് ദൈവജനമായ ഇസ്രായേൽ ഈജിപ്തിൽ ഏതാണ്ട് 400-ലധികം വർഷങ്ങൾ അടിമകളായി കഴിഞ്ഞു. അവിടുന്ന് സ്വർഗത്തിലെ ദൈവം മോശ മുഖാന്തരം അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും അകമ്പടികളുടെ വിടുവിക്കുവാനിടയായി. അങ്ങനെ ഈജിപ്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് കൊണ്ടുവന്നതിന് ശേഷമുള്ള 40 വർഷം ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ എത്ര വർഷം കഴിഞ്ഞു നമ്മൾ വായിക്കുന്നത്? എത്ര വർഷം ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ യാത്ര ചെയ്തു? 40 വർഷം. അപ്പോൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് 40 വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ജനതയുടെ മരുഭൂ പ്രയാണം അവസാനിച്ച് അടുത്ത ഒരു സ്ഥലത്തേക്ക് അവർ പ്രവേശിക്കുവാൻ പോകുന്ന സ്ഥലമാണ്. അടുത്ത സ്ഥലത്ത് എങ്ങോട്ടാണ് പ്രവേശിക്കാൻ പോകുന്നത്? മരുഭൂമി യാത്ര കഴിഞ്ഞ് അവരെങ്ങോട്ടാ പോയത്? കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുവാൻ പോവുകയാണ്. അപ്പോൾ മരുഭൂയാത്രയുടെ അവസാന കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഈ ജനത കനാൻ ദേശത്തെ കരഗതമാക്കുവാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും ഒക്കെ വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത ദേശത്തേക്ക് കാലൂന്നി നിൽക്കുക. അവർ പോയിട്ടില്ല. നമുക്കറിയാം, മോശ ഈ കനാൻ ദേശമൊക്കെ ഒന്ന് കാണുവാനിടയായി, അങ്ങോട്ട് പോയില്ല. പിന്നീട് യോശുവ മുഖാന്തരമാണ് ഈ കനാൻ ദേശം ദൈവജനമായ ഇസ്രായേലിന് വിഭാഗിച്ചു കൊടുക്കുവാൻ ഇടയായിത്തീർന്നത്. അപ്പോൾ മോശ ഈ സന്ദേശം നൽകുന്നത് ഇസ്രായേൽ ജനതയുടെ മരുഭൂ പ്രയാണത്തിന്റെ അന്ത്യ നാളുകളിലാണ്. മാത്രവുമല്ല, ഈ മരുഭൂ യാത്രയിൽ ആരായി കനാൻ ദേശത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്? ഈ മോശ എന്തുകൊണ്ടായിരിക്കാം? ഈ സന്ദേശം ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഇസ് എ ഫെയർവെൽ മെസ്സേജ് ഓഫ് മോസസ് ടു ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ. ദൈവജനമായ ഇസ്രായേലിനുള്ള തന്റെ ഒരു അന്ത്യ സന്ദേശം കൂടെ. താൻ എന്ത് ചെയ്യത്തില്ല, ഇവരോട് കൂടെ കനാൻ ദേശത്തേക്ക് പോകുകയില്ല. മോശയുടെ അവസാനത്തെ സന്ദേശമാണ്. ഇനി ഇത് ആരോടാ പറയുന്നതെന്നറിയാം? ആവർത്തിക്കപ്പെടേണ്ടത് ആവശ്യകത എന്തുകൊണ്ടാണ്? ഈ ആവർത്തന പുസ്തകത്തിലെ കാര്യം ആവർത്തിച്ച് പറയുന്ന തന്നെ പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും ആവർത്തിച്ച് പറയേണ്ട കാര്യം? ജനം ഇടക്കിടക്ക് കേട്ടാലേ ഇത് എന്ത് ചെയ്യുള്ളൂ? ആവർത്തിച്ച് അതൊരു കാര്യമാണ്. പിന്നെ അതാണ് പുതിയ തലമുറ. പഴയ തലമുറകൾ എന്നാ പറ്റി? അവിടുന്ന് പുറപ്പെട്ടതിൽ എത്ര പേര് കനാൻ ദേശത്തേക്ക് പ്രവേശിച്ചു? ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൽ ആ ഗണത്തിൽ എത്ര പേരാ കനാൻ ദേശത്ത് പോകാൻ പോകുന്നത്? യോശുവയും കാലേബും. ബാക്കിയെല്ലാം എന്ത് ചെയ്തു? മരുഭൂമിയിൽ കാലയവനയ്ക്കുള്ളിൽ മറഞ്ഞു പോയി. ഇനിയും ഈ പുതിയ തലമുറ, 2-ാം തലമുറ കനാൻ ദേശത്തേക്ക് കടക്കുവാൻ പോകുമ്പോൾ ദൈവം മോശ മുഖാന്തരം കൽപ്പിച്ച ന്യായപ്രമാണ പുസ്തകങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പ്രമാണങ്ങൾ ഈ ജനതയോട് ആവർത്തിച്ചു പറയേണ്ടതിന്റെ ഒരു ആവശ്യകത. ഈ ഒരു ചരിത്ര പശ്ചാത്തലം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ആവർത്തന പുസ്തകം നമ്മൾ പഠിക്കുവാൻ. ഇത് നമുക്ക് മനസ്സിലില്ല എങ്കിൽ ആവർത്തന പുസ്തകത്തിൽ പറയുവാൻ ദൈവം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടാതെ പോകും. അപ്പോൾ മനസ്സിലാക്കുക, ദൈവജനമായ ഇസ്രായേൽ 400-ലധികം വർഷങ്ങൾ ഈജിപ്തിലായിരുന്നു. അവിടുന്ന് മോശ മുഖാന്തരം വിടുവിച്ചു കൊണ്ടുവരുന്നു. 40 വർഷം അവർ മരുഭൂമിയിലൂടെ ചുറ്റിക്കറങ്ങി സഞ്ചരിക്കുന്നു. അവസാനം കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുവാൻ പോകുന്നതിന് തൊട്ടുമുമ്പ്, മോശയുടെ മരണത്തിന് തൊട്ടുമുമ്പ്, ദൈവജനമായ 2-ാം തലമുറക്കാരായ ഇസ്രായേൽ മക്കളോട് മോശ പറയുന്ന തന്റെ അന്ത്യ സന്ദേശമാണ് ആവർത്തന പുസ്തകത്തിൽ രേഖയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവഹിത പ്രകാരം ജീവിക്കുകയും അനുസരിക്കുകയും ചെയ്താൽ മാത്രമേ ദൈവിക വാഗ്ദത്തങ്ങൾ അവർക്ക് അനുഭവിക്കുവാൻ സാധ്യമാകുകയുള്ളൂ എന്നുള്ള വലിയൊരു സന്ദേശമാണ് ഈ പുസ്തകത്തിൽ മോശ തന്റെ ജനമായ ഇസ്രായേലോട് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്. ഈ വിശ്വസ്തനായ ദൈവത്തോട്, ഇല്ലെങ്കിൽ കഴിഞ്ഞ 400-ലധികം വർഷങ്ങൾ അവർ ഈജിപ്തിൽ പരിപാലിച്ച 40 വർഷങ്ങൾ മരുഭൂമിയിൽ നടത്തിയ ഈ ദൈവം വിശ്വസ്തനാണ്. ആ വിശ്വസ്തതയുടെ ഭാഗമായിട്ടാണ് ഇവരിപ്പോൾ എങ്ങോട്ട് കടക്കാൻ പോകുന്നത്? കനാൻ ദേശത്തേക്ക് കടക്കുവാൻ പോകുന്നത്. അപ്പോൾ ഈ വിശ്വസ്തനായ ദൈവത്തോട് നിങ്ങൾ വിശ്വസ്തരായിരുന്നുവെങ്കിൽ മാത്രമേ ദൈവികമായ അനുഗ്രഹങ്ങൾ കനാൻ ദേശത്ത് കടക്കുമ്പോൾ നിങ്ങൾക്ക് കരഗതമാക്കുവാൻ സാധ്യമാകുകയുള്ളൂ എന്നുള്ള വലിയ വിഷയമാണ് ആവർത്തന പുസ്തകത്തിൽ പറയുന്നത്. നിങ്ങൾക്ക് അതിന്റെ പശ്ചാത്തലം മനസ്സിലായി എന്ന് വിശ്വസിക്കുക. ക്ലിയർ ആയല്ലോ അല്ലെ? ഇതിന്റെ ഈ പുസ്തകത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യത്തിന്റെ വാക്യം, 1-2 വാക്യം ഒന്ന് വായിക്കാം. 11-ാം അധ്യായത്തിന്റെ ആവർത്തന പുസ്തകം 11-ാം അധ്യായം 26 തൊട്ട് 28 വരെയുള്ള വാക്യം. ആവർത്തന പുസ്തകം 11-ാം അധ്യായം അതിന്റെ 26 തൊട്ട് 28 വരെയുള്ള വാക്യം.
നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ അനുഗ്രഹവും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കാതെ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വഴിയെ വിട്ടുമാറി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളുടെ പിന്നാലെ ചെല്ലുന്നുവെങ്കിൽ ശാപമുണ്ട്. മതി. അപ്പോൾ ഈ പുസ്തകത്തിൽ മോശ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ രണ്ട് കാര്യങ്ങൾ വെക്കുകയാണ്. എന്താണ്? അനുഗ്രഹവും വെക്കുന്നു, ശാപവും വെക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നു എങ്കിൽ എന്നുണ്ടാകും, അനുഗ്രഹമുണ്ടാകും. കഴിഞ്ഞ 400 വർഷങ്ങൾ നിങ്ങൾ ഈജിപ്തിൽ കഴിഞ്ഞു. 40 വർഷങ്ങൾ നിങ്ങൾ വളരെ വിഷമങ്ങളുടെയും മരുഭൂമി യാത്രകളും ഒക്കെ കടന്നുപോയി. അത് എന്റെ കൽപ്പനകൾ അനുസരിക്കാതെ വന്നുകൊണ്ടാണ്. എന്നാൽ ദൈവം വിശ്വസ്തനായതുകൊണ്ട് നിങ്ങളെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. ഇപ്പൊ കനാൻ ദേശത്ത് എത്തി എന്നുള്ള ഏക കാരണത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നില്ല. കനാൻ ദേശം എത്തി അവിടെ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരണമെങ്കിൽ എന്ത് ചെയ്യണം? എന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കണം. അല്ല, 28-ാമത്തെ വാക്ക് നമ്മൾ വായിച്ചത്, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കാതെ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വഴിയെ വിട്ടുമാറി ഞാൻ നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളുടെ പിന്നാലെ ചെല്ലുന്നു എങ്കിൽ എന്ത് ചെയ്യുന്നു? ശാപവും വെക്കും. അപ്പോൾ നിങ്ങൾ കനാൻ ദേശത്ത് എത്തിക്കഴിഞ്ഞോ, നിങ്ങളുടെ പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്തതാണ്, ഇനി ഞങ്ങൾ എല്ലാ നിലയിലും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടരുത്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നില്ല. എന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് നടന്നു എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എത്താൻ പോകുകയുള്ളൂ, അനുഗ്രഹമായി തീരുവാനായിട്ട് പോകുന്നു. ഈ വർഷാന്ത്യത്തിൽ ദൈവം നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്. ഇനിയും അതിന്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളിലേക്ക് നമ്മൾ കടക്കുവാൻ പോവുകയാണ്. 2024 അവസാന നാളിൽ നിൽക്കുമ്പോൾ ദൈവം നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇസ്രായേൽ മക്കൾ വിശ്വസ്തരായിരുന്നില്ല. മരുഭൂമിയിലൊക്കെ വളരെ കുഴപ്പങ്ങളൊക്കെ, നമ്മുടെ ജീവിതത്തിലും അവിശ്വസ്തകളൊക്കെ വന്നിട്ടുണ്ട്. ദൈവം നമുക്ക് പറയാണ്, ഒരു പുതിയ വാഗ്ദത്തം, ഒരു പുതിയ അനുഗ്രഹം ഞാൻ നിനക്ക് നൽകുകയാണ്, ഒരു പുതുവർഷം നിനക്ക് നൽകുവാനായിട്ട് പോവുകയാണ്. പക്ഷെ ആ പുതുവർഷത്തിലേക്ക് നീ കടക്കുമ്പോൾ അത് അനുഗ്രഹമായി തീരണമെങ്കിൽ എന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് നടക്കണം, എങ്കിൽ അനുഗ്രഹമാകുവാൻ പോവുകയാണ്. അല്ല, ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചു എന്നുള്ളത് കൊണ്ടോ ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്തിലേക്ക് കടന്നു എന്നുള്ളത് കൊണ്ടോ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നില്ല. എന്റെ കൽപ്പനകളും പ്രമാണങ്ങളും വിട്ടുമാറി അന്യദൈവങ്ങളുടെ പിന്നാലെ പോയാൽ, ദൈവത്തെ മറന്നു കളഞ്ഞാൽ ശാപം വരുവാനായിട്ട് പോവുകയാണ്. ഈ ഒരു പശ്ചാത്തലം മനസ്സിൽ വെച്ചുകൊണ്ട് കഴിഞ്ഞ 40 വർഷങ്ങൾ വിശ്വസ്തയോടെ നടത്തിയ ദൈവത്തോട്, കനാൻ ദേശം കൈവശമാക്കുവാൻ പോകുന്ന പുതിയ തലമുറയോട് മോശ പറയുന്നത്, ഈ ദൈവത്തോട് നിങ്ങളും വിശ്വസ്തരായിരിക്കണം. ഈ ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ദൈവം വിശ്വസ്തനാണ് എന്നുള്ളതാണ്. ഈ ഒരു ചരിത്ര പശ്ചാത്തലം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന വിഷയം, കുറിപ്പുകളായി ചിന്തിക്കാൻ പോവുകയാണ്, ദൈവം ഏതൊക്കെ കാര്യങ്ങളിലാണ് നമ്മളോട് വിശ്വസ്തരായിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലമൊക്കെ മനസ്സിലായി. ഇസ്രായേൽ മക്കൾ എങ്ങോട്ട് പോവുകയാണ്? കനാൻ ദേശത്തെ കരഗതമാക്കുവാൻ പോവുകയാണ്. അങ്ങോട്ട് കടക്കാൻ പോകുമ്പോൾ മോശ പറയുകയാണ്, അവിടെ എത്തി എന്നുള്ളതുകൊണ്ട് അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നില്ല, എന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് നടക്കണം. നിങ്ങൾക്ക് 40 വർഷം, ഏതാനും ദിവസങ്ങൾ കൊണ്ട് എത്താമായിരുന്ന കനാൻ ദേശം ഏതാണ്ട് 40 വർഷം ഇവർ ചുറ്റിക്കറങ്ങി നടന്നിയത് അനുസരണക്കേട് കൊണ്ടായിരുന്നു. അതുകൊണ്ട് ആ അനുസരണക്കേട് മാറ്റി ദൈവവചനത്തോട് അനുസരണപൂർണമായി നടന്നാൽ അനുഗ്രഹിക്കപ്പെടുവാൻ പോവുകയാണ്. ഇനിയും ഈ ദൈവത്തിന്റെ വിശ്വസ്തത ഏതൊക്കെ നിലകളിലാണ്, ആ വിശ്വസ്തതയോട് നിങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രതികരിക്കേണ്ടത് എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ പ്രധാനമായി പറയുന്നത്. ഈ പുസ്തകത്തിൽ വിശാലമായി ഈ വിഷയത്തിന്റെ അനേക പഠനങ്ങളുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തെ അധികരിച്ച് ദൈവത്തിന്റെ വിശ്വസ്തതയുടെ വിവിധ തലങ്ങളാണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. ഇത്ര ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് 1-ാമത്തെ ആശയത്തിലേക്ക് നമുക്ക് കടക്കാം. ദൈവത്തിന്റെ വിശ്വസ്തതയുടെ വിവിധ തലങ്ങൾ. 1-ാമത്തെ ആശയം 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കാം. ആവർത്തന പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. മതി നമുക്ക് പിന്നീട് വായിക്കാം. ഇവിടെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? ദൈവത്തിന്റെ വിശ്വസ്തത, ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ്. ദൈവത്തിന്റെ വിശ്വസ്തത എന്നുള്ള വിഷയമാണ്.
ദൈവം എന്തൊക്കെ കാര്യങ്ങളിലാണ് തന്റെ ജനത്തോട് വിശ്വസ്തനായിരിക്കുന്നത്. ഒന്നാമത്തെ ആശയമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അനന്തരം യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ ആശയം ഞാനിങ്ങനെ പറയാം. കഴിഞ്ഞ ദീർഘമായ നാളുകൾ, അതായത് 40 വർഷത്തോളമായി, അല്ല അതിനു മുമ്പും ദൈവം തന്റെ ജനമായ ഇസ്രായേലിനോട് നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുക. ഇപ്പോൾ കനാൻ ദേശത്തേക്ക് അവർ കടക്കുവാനായിട്ട് പോകുമ്പോൾ പറയാണ് തന്റെ ജനത്തോട് ദൈവം സംസാരിച്ചു. ഏത് കാര്യത്തിലാണ്? ഒന്നാമത്തെ കാര്യം ഞാൻ ഇങ്ങനെ പറയാം. തന്റെ ജനത്തോട് സംസാരിക്കുന്നതിൽ ദൈവം വിശ്വസ്തനാണ്. ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ഇൻ സ്പീക്കിംഗ് ടു ഹിസ് പീപ്പിൾ. തന്റെ ജനത്തോട് സംസാരിക്കുന്നതിൽ ദൈവം വിശ്വസ്തൻ. നമ്മളോട് വായിച്ചു കേട്ട വാക്യം, യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ. ഇനി അതിന് മുമ്പ് നമ്മൾ വായിക്കുന്നത്, നാം തിരിഞ്ഞ് ചെങ്കടൽ വഴിയായി മരുഭൂമിയിലേക്ക് യാത്ര പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദൈവം എപ്പോഴാണ് തന്റെ ജനത്തോട് സംസാരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇംഗ്ലീഷ് ഭാഷാന്തരത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, when we turn back to set out toward desert, then the Lord said to me എന്ന് പറഞ്ഞാൽ മരുഭൂമിക്ക് അഭിമുഖമായി ഞങ്ങൾ ദൈവത്തിൽ നിന്ന് തിരിഞ്ഞു നടന്നപ്പോൾ അപ്പോൾ ദൈവം ഞങ്ങളോട് സംസാരിച്ചു. മനസ്സിലാകുന്നുണ്ടോ? എപ്പോഴാണ് ദൈവം സംസാരിച്ചത്? ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? then we turn back, ദൈവത്തിന് പുറംതിരിഞ്ഞ്, ഇപ്പൊ ദൈവമാണെന്ന് വിചാരിക്കുക, ദൈവത്തിന് പുറംതിരിഞ്ഞ് ദൈവത്തോട് മത്സരിച്ച് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുവാൻ അവർ തുനിഞ്ഞപ്പോൾ then God spoke to them, അപ്പോൾ ദൈവം അവരോട് സംസാരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയം മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ദൈവം നമ്മോട് സംസാരിക്കുന്നതിൽ വിശ്വസ്തൻ. എപ്പോഴാണ്? തന്റെ ജനം ദൈവത്തോട് മത്സരിച്ചും മറുതലിച്ചും മുമ്പോട്ട് പോകുമ്പോഴും ദൈവം എന്ത് ചെയ്യുന്നു? തന്റെ ജനത്തോട് സംസാരിക്കും. ഇന്ന് രാത്രിയിൽ ദൈവം തന്റെ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്ന എന്തുകൊണ്ടെന്നറിയാം? ബിക്കോസ് ഹി ഈസ് ഫെയ്ത്ത്ഫുൾ. നമ്മൾ എത്രയോ ഗുരുത്തക്കേട് കാണിച്ചിട്ട് അവിടെ വന്നിരിക്കുന്നത് എനിക്ക് നിങ്ങൾക്കും അറിയാം. കഴിഞ്ഞ ഒരു വർഷമോ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എത്രയോ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ദൈവം, നമ്മൾ ദൈവത്തിൽ നിന്ന് പുറംതിരിഞ്ഞ് മത്സരികളായി മരുഭൂമിക്ക് അഭിമുഖമായി നടന്നപ്പോൾ ദൈവം നമ്മുടെ പിന്നാലെ വന്ന് ദൈവം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അതിന്റെ അർത്ഥം ദൈവം എത്രയോ വിശ്വസ്തനാണ്. തന്റെ ജനത്തോട് വിശ്വസ്തനായിരിക്കുന്നത് കൊണ്ടാണ് താൻ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദീർഘമായ 40 വർഷങ്ങൾ ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ നിരവധി നന്മകൾ അനുഭവിച്ചറിഞ്ഞിട്ടും മരുഭൂമിയിൽ മത്സരികളായി കഴിഞ്ഞപ്പോഴും അവരങ്ങനെ തീർന്നു പോകട്ടെ എന്ന് വിചാരിക്കാതെ ദൈവം വിശ്വസ്തനായതുകൊണ്ട് നന്മയുടെ വഴി വീണ്ടും അവർക്ക് എന്ത് ചെയ്യാണ്? മോശ മുഖാന്തരം അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ വേദോക്തത്തിലുടനീളം പരിശോധിച്ചാൽ ദൈവം തന്റെ ജനത്തോട് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? സംസാരിക്കുന്നു. എന്നോട് നിങ്ങളോട് സംസാരിക്കുന്നു. അത് ദൈവം വിശ്വസ്തനായതുകൊണ്ട്. നമുക്കറിയാം, ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ്. ദാവീദ് പാപം ചെയ്യും. അപ്പൊ ദാവീദിനോട് സംസാരിക്കാൻ ആരെ അയച്ചു? നാഥാൻ പ്രവാചകനെ ദൈവം അയച്ചു. വളരെ നാടകീയമായി നാഥാൻ പ്രവാചകനിലൂടെ ദൈവം സംസാരിച്ചു. ദാവീദിൽ വലിയ ധാർമ്മിക രോഷമുണ്ടായി. നാഥാൻ പ്രവാചകൻ പറഞ്ഞു, ആ മനുഷ്യൻ നീയാണ് എന്ന് പറഞ്ഞപ്പോൾ ദാവീദ് ഹൃദയഭേദകമായി മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ ഇടയായി തീർന്നു. എക്കാലത്ത് നമ്മൾ പരിശോധിച്ചാൽ ദൈവഭക്തന്മാരും ദൈവമക്കളും ദൈവത്തിൽ നിന്ന് മത്സരികളായി ദൈവത്തിന് പുറംതിരിഞ്ഞ് നടക്കുമ്പോൾ, മത്സരികളായി നടക്കുമ്പോൾ ദൈവം അവരുടെ പിന്നാലെ വരും. നമുക്കറിയാം, ദൈവജനമായ ഇസ്രായേൽ രണ്ടായിട്ട് വിഭജിക്കപ്പെടുകയുള്ളൂ. 931 BC-യിലാണ് വടക്കേ രാജ്യമെന്നും തെക്കേ രാജ്യമെന്നും രണ്ടായിട്ട് വിഭജിക്കപ്പെടുവാനിടയായത്. യൊരോബയാമിന്റെയും രഹബയാമിന്റെയും നേതൃത്വത്തിൽ വടക്കേ രാജ്യത്ത് ഇസ്രായേൽ എന്നും തെക്കേ രാജ്യത്തെ യഹൂദ എന്നുള്ള പേരിലുമായി ദൈവജനമായ ഇസ്രായേൽ വിഭജിക്കപ്പെടുവാനിടയായി. അങ്ങനെ ദൈവജനം രണ്ടായി വിഭജിക്കപ്പെട്ട് ഐക്യതയോടെ നിൽക്കേണ്ടുന്ന ഇവർ ഭിന്നതയോടെ പ്രയാസത്തോടെ വഴക്കുണ്ടാക്കി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ വടക്കേ രാജ്യമായി ഇസ്രായേൽ എന്ത് ചെയ്തു? പാപം ചെയ്തു. അങ്ങനെ പാപം ചെയ്തതിന്റെ പരിണത ഫലമായി അവരെ അസീറിയൻ അടിമത്വത്തിലേക്ക് അയക്കുവാൻ സ്വർഗത്തിലെ ദൈവം തീരുമാനിക്കാൻ. കാരണം അവർ പാപം ചെയ്യുവാനിടെ. വടക്കേ രാജ്യത്ത് പ്രവചിച്ച പ്രവാചകന്മാരായിരിക്കാന്ന് അറിയാവോ ആർക്കെങ്കിലും? വടക്കും തെക്കും രാജ്യങ്ങളുണ്ട്, രാജാക്കന്മാരും ഉണ്ട്, പ്രവാചകന്മാരും ഉണ്ടായിട്ടുണ്ട്, പുരോഹിതന്മാരും ഉണ്ടായിട്ടുണ്ട്. വടക്കേ രാജ്യത്ത് പ്രവചിച്ച
പ്രവാചകന്മാരാരൊക്കെയാണെന്നറിയോ? എഴുത്തു പ്രവാചകന്മാർ രണ്ട് പ്രവാചകന്മാരുണ്ട്. ഓറൽ പ്രോഫറ്റ്സ്, റൈറ്റിംഗ് പ്രോഫറ്റ്സ്. അതായത് വാചികമായി മാത്രം പ്രവചനങ്ങൾ പറഞ്ഞവരും അവരുടെ പ്രവചനങ്ങൾ എഴുത്തു രൂപേണ എഴുതി നൽകിയ യെശയ്യാവ്, യെരമ്യാവ്, എസ്കേൽ എന്നൊക്കെ പറഞ്ഞ് എഴുത്തു പ്രവാചകന്മാരും. അതിൽ എഴുത്തു പ്രവാചകന്മാർ എത്ര പേര് ആരൊക്കെയാണ് വടക്കേ രാജ്യത്ത് പ്രവചിച്ചതെന്ന് അറിയാം? ഇതൊക്കെ അറിയാമെങ്കിൽ പിന്നെ അടുത്ത ബൈബിൾ ക്ലാസ്സിൽ കുഴപ്പമില്ല, എല്ലാം അറിയണമെന്നില്ല. വടക്കേ രാജ്യത്ത് പ്രവചിച്ച 3 പ്രവാചകന്മാരുണ്ട് വടക്കേ രാജ്യത്ത്. ഒന്നാമത്തെ ആള് ഹോശയ്യാവ് എന്ന് പറയുന്ന ഹോശയ്യ പ്രവാചകൻ അറിയാം. ആ പ്രവചനം വായിച്ചു നോക്കിയാൽ ആ ജനത്തിന്റെ സ്ഥിതി എന്നാണെന്ന് അറിയാം. ഭയങ്കര വഷളത്തുള്ള ആൾക്കാർ. പിന്നെ വേറൊരു പ്രവാചകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം തെക്ക് ഉള്ള ആളായിരുന്നു. തെക്കിൽ നിന്ന് അദ്ദേഹത്തെ വടക്കേക്ക് അയച്ചു. അതാരെന്നറിയാവും? യോനയല്ല. യോന വടക്കേ ദേശക്കാരൻ തന്നെയാണ്. പക്ഷെ അദ്ദേഹം ഫോറിൻ മിഷണറി ആയിരുന്നു. അദ്ദേഹം നെനവയിലാണ് ശുശ്രൂഷിച്ചത്. അസീറിയുടെ തലസ്ഥാനമായ നെനവയിലാണ് അദ്ദേഹം ശുശ്രൂഷിച്ചത്. യോന അവിടുത്തുകാരൻ. രണ്ടാമത്തെ ആൾ. മൂന്നാമത്തെ ആള് കാട്ടത്തിപ്പഴം പറക്കുന്ന ആട്ടിടയനായ ഒരു ആമോസ് എന്ന് പറയുന്ന പ്രവാചകൻ. ഈ 3 പേരാണ് വടക്കേ രാജ്യത്തെ പ്രവാചകന്മാരായിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള പ്രവാചകൻ എഴുത്തുപോകാം, അല്ലെങ്കിൽ തെക്കേ രാജ്യം പ്രവചിച്ചവരാ. അപ്പോൾ വടക്കേ രാജ്യത്തെ ഹോശയ്യ പ്രവാചകൻ, അതുപോലെ തന്നെ യോന, ഇവർ രണ്ടുപേരും അവിടുത്തുകാരൻ. എന്നാൽ യോനയുടെ പ്രവചനം പ്രധാനമായി അസീറിയുടെ തലസ്ഥാനമായ നിനവയിലായിരുന്നു. അദ്ദേഹത്തെ ഒരു ഫോറിൻ മിഷണറി എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഈ ആമോസ് എന്ന് പറയുന്ന പ്രവാചകൻ തെക്കനാണ് യഹൂദയിൽ നിന്ന് ഇസ്രയേലിലേക്ക് അയച്ച പ്രവാചകൻ. ഇനി ഇസ്രയേലിന് വടക്കേ രാജ്യത്തിന് എന്ത് സംഭവിച്ചു എന്നറിയാമോ? വടക്കേ രാജ്യത്തിന് സംഭവിച്ചു, അവർ പാപം ചെയ്തു. ഹോശയ്യ പ്രവാചകനൊക്കെ പറയുന്ന പോലെ ആത്മീകമായി വ്യഭിചാരം ചെയ്ത് ദൈവത്തോട് വിശ്വസ്തതയില്ലാതെ അവിശ്വസ്തരായി കണ്ട കരിമീരകത്തിന്റെ എല്ലാം കീഴ് അന്യവിഗ്രഹങ്ങളുടെ പിന്നാലെ പോയി ദൈവത്തിന് വളരെ വഷളായി അധാർമികമായി ജീവിച്ചിരുന്ന കാലഘട്ടം. യൊരോബയാം രണ്ടാമൻ എന്ന് പറയുന്ന രാജാവിന്റെ ഭരണത്തിന്റെ കീഴിൽ എല്ലാവിധമായ സാമ്പത്തികമായ സൗഭാഗ്യങ്ങളുടെയും നിറകയിലും ദൈവജനം ദൈവത്തെ മറന്നു കളയുവാനിടെ. അപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ എന്റെ ജനമായ ഇസ്രായേലിനെ അസീരിയൻ അടിമത്തത്തിലേക്ക് വിടുവാൻ പോകുകയാണ്. 722 അവരെ അസീരിയൻ അടിമത്തത്തിലേക്ക് ദൈവം അയക്കുവാനിടയായി. അതിനു മുമ്പ് ദൈവം എന്ത് ചെയ്യുന്നറിയാവോ? ഒരു പ്രവാചകനെ അങ്ങോട്ട് അയച്ചു. ഏത് പ്രവാചകനെ? ആമോസിൽ. എത്ര നാള് അദ്ദേഹത്തോടെ പ്രവചിച്ചു എന്നറിയാമോ? അസീർ അടിമത്തിലേക്ക് വിടാൻ തീരുമാനിച്ചിരിക്കാം, പാപം ചെയ്തു. എങ്കിലും ഇവരൊന്ന് മാനസാന്തരപ്പെടുമോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ വീണ്ടും പ്രവാചകനെ അയച്ചു. ഓൾമോസ്റ്റ് 20 years, ഏതാണ്ട് 20 വർഷങ്ങൾ പ്രവാചകൻ പ്രവചിച്ചു. അവിടുത്തെ മതപുരോഹിതനാരാന്നറിയാം? അമസ്യാവ് എന്ന് പറയുന്ന പുരോഹിതൻ. അമസ്യാവ് പറഞ്ഞു, ഇവിടെ രാജാവിന്റെ കൊട്ടാരത്തിന് ഈ വചനം പ്രസംഗിച്ച് അവനെ ആമോസിനെ ആട്ടി ഓടിച്ചു. അവർ കേട്ടില്ല. അതിന്റെ പരിണിത ഫലമായി അവരെന്ത് ചെയ്തറിയാവോ? അസീറിയൻ അടിമത്തിൽ. പ്രിയപ്പെട്ടത്, ഇത് ബൈബിളിലുള്ള കാര്യങ്ങൾ, അതിന്റെ ചരിത്രമാണ്, കെട്ടുകഥയല്ല. ഇതൊക്കെ ചരിത്രമൊക്കെ പറഞ്ഞ യാഥാർത്ഥ്യമായതുകൊണ്ട് 722 അസീറിയൻ അടിമത്തത്തിലേക്ക് ദൈവജനത്തെ കൊണ്ടു. പിന്നീട് വാഗ്ദത്തദേശത്ത് ഇപ്പോൾ ഉള്ളത് തെക്കേ രാജ്യമാണ്. വടക്കേ രാജ്യം പോയി. ആ രാജ്യവും ദൈവത്തോട് പാപം ചെയ്യും. നമ്മൾ യെരമ്യാപ്രവചനം വായിക്കുന്ന പോലെ അവരുടെ സഹോദരിയായ യഹൂദയെ കണ്ടിട്ട് വടക്കേ രാജ്യത്തെ അസീറിയയിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടിട്ടും വചനത്തോട് അനുസരണക്കേട് കാണിക്കുന്നത് കണ്ടിട്ടും അവർ മാനസാന്തരപ്പെടാതിരിക്കുന്നത് കണ്ടിട്ട് ദൈവം വേറൊരു പ്രവാചകനെ തെക്കേ രാജ്യത്തേക്ക് അയച്ചു. ഏതെന്നറിയാമോ? ഒരു പ്രവാചകൻ പോയി അവിടെ പ്രവചിച്ചു. ആ പ്രവാചകൻ അറിയപ്പെടുന്നത് വിലാപത്തിന്റെ പ്രവാചകൻ, വീപ്പിംഗ് പ്രോഫറ്റ് എന്നറിയപ്പെടും. ആരെന്നറിയാമോ? യെരമ്യാവ്. അദ്ദേഹം ബാബിലോണിയ അടിമത്തത്തിലേക്ക് ദൈവജനമായി യഹൂദയെ അയക്കുവാൻ പോകുന്നതിന് മുമ്പ് എത്ര നാൾ അദ്ദേഹം പ്രവചിച്ചു എന്നറിയാം? ഒരു വിഷയം പറയാൻ, എന്റെ വിഷയം ഒന്നും തെളിയിക്കാൻ വേണ്ടി അത് പറഞ്ഞു. എത്ര നാൾ പറയുന്നറിയാം? യെരമ്യാ പ്രവാചകന്റെ പ്രവചന കാലഘട്ടം എത്രയായിരുന്നു? എത്ര വർഷം ഈ ബാബിലോണിയ അടിമത്തത്തിലേക്ക് വിടുന്നതിന് മുമ്പ് യെരമ്യാ പ്രവാചകൻ തെക്കേ രാജ്യത്തോട് സംസാരിച്ചെന്നറിയാം? ഏതാണ്ട് 1/2 നൂറ്റാണ്ട്. ഏതാണ്ട് എന്റെ പ്രായമുള്ള കാലത്തോളം അദ്ദേഹം പ്രവചിച്ചു. 40-ലധികം വർഷങ്ങൾ. എന്നെ അത്ഭുതപ്പെടുത്തിയ വിഷയം, ഇത്രയും നാള് സംസാരിച്ചിട്ടും ഇവരെന്ത് ചെയ്യുന്നു? നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടോ? ഇത്രയും നാള് പ്രവാചകൻ നിരന്തരമായി തന്റെ ജനത്തോട് സംസാരിച്ചിട്ടും ഈ ജനം എന്ത് ചെയ്യുന്നില്ല? മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ഒരാളോടൊരു കാര്യം പറഞ്ഞ്, നമ്മുടെ മക്കളോടായിക്കോട്ടെ, സ്വന്തം മക്കളോടാകട്ടെ,
അവരോട് നമ്മളുടെ കാര്യം തിരുത്തി കൊടുക്കും. എത്ര പ്രാവശ്യം തിരുത്തി കൊടുക്കും നിങ്ങൾ പറ? ഒരു കാര്യം തന്നെ നമ്മൾ എത്ര പ്രാവശ്യം ആവർത്തിച്ച് പറയും? പല പ്രാവശ്യം പറയും. എങ്കിലും ഒരു പരിധിയില്ലേ? അവസാനം നമ്മൾ എന്നാ പറയും? പല പ്രാവശ്യം പറഞ്ഞു അടിച്ചും തല്ലി നോക്കിയിട്ട് ഒരു രക്ഷയില്ല. അനുസരണക്കേട് തന്നെ കാണിച്ച് നമ്മൾ എന്നായി നമ്മൾ ചെയ്യുന്ന. ബൈബിളിലെ കാര്യം പറയണം, നമ്മുടെ സ്വന്തം കാര്യം പറഞ്ഞാൽ മതി. വരക്കുള്ളവർ ബൈബിളിലെ കാര്യം ചോദിച്ചാൽ അറിയാം, നമ്മുടെ ജീവിതകാര്യം ചോദിച്ചാൽ അറിയാം. എന്ത് ചെയ്യും എന്നുവെച്ചാൽ പറഞ്ഞു ധൈര്യോട് ആരും വഴക്കൊന്നും പറയത്തില്ല. നമ്മളൊക്കെ പിള്ളേരോട് നമ്മൾ ഒരു കാര്യം തന്നെ പല പ്രാവശ്യം സൗകര്യക്കരുത്. എന്നാ പറയും? നീ ഉണം പിടിക്കില്ലെന്ന് പറയും. പിന്നെ നമ്മൾ ഉപദേശിക്കുന്ന എന്ത് ചെയ്യും? നിർത്തും. ശരിയല്ലേ? ഇവനോട് എത്ര പറഞ്ഞാലും പിന്നെ നമ്മൾ നാടനൊരു ഭാഷയുണ്ട്, അടിക്കുന്ന വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിക്ക് ഇവ അനുഭവിക്കണം. നോക്കുക, നമ്മളൊക്കെ ജീവിക്കുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. നമ്മുടെ മക്കളെ പോലും നമ്മൾ ഒരു കാര്യം തിരുത്തി കൊടുക്കുന്നതിന് നമുക്ക് സമയമുണ്ട്. നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആകും. നമ്മളുടെ ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ചിന്തിച്ചു നോക്കി, ദൈവം എത്ര നാളായിട്ട് ചില കാര്യം നമ്മൾ സംസാരിക്കുന്നു? എത്രയോ വർഷങ്ങളായി നമ്മളിലുള്ള ചില പാവങ്ങളെ കുറിച്ച്, തെറ്റിനെ കുറിച്ച് ദൈവം തന്റെ വചനത്തിലൂടെ, ദൈവദാസന്മാരിലൂടെ, ആത്മാവിലൂടെ, സാഹചര്യങ്ങളിലൂടെ എത്രയോ ശക്തമായി നമ്മൾ സംസാരിക്കും. നമ്മൾ എന്ത് ചെയ്തു? ഇസ്രായേൽ മക്കൾ മരുഭൂമിക്കെതിരെ നടന്ന ദൈവത്തോട് മുഖം തിരിഞ്ഞ് മരുഭൂമിക്ക് അഭിമുഖമായി മത്സരികളായി നടന്നപ്പോൾ ദൈവം നിർത്തിക്കളയാതെ വീണ്ടും നമ്മുടെ പിന്നാലെ. ഞങ്ങളുടെ സഭയിലൊരു അച്ഛൻ, പുള്ളി ദൈവസേനയിൽ ചേർക്കപ്പെട്ടു. അതായത് ചില പിടിവാശിക്കാരൻ എന്ന് പറഞ്ഞാൽ സിൻസിയറാണ്, എന്ന് പറഞ്ഞാൽ സിൻസിയർലി മിസ്റ്റേക്ക് എന്നൊക്കെ പറയുന്ന പോലെ ചില ആളാണ്. ചെറിയ കാര്യം മതി പിടിവാശം ഉണ്ടാക്കി പിറ്റോ സഭ ഒരാഴ്ച സഭ വരുന്നില്ല, പിന്നെ എങ്ങനെ പോകും. അപ്പൊ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ ചെല്ലും, കുറച്ച് എന്താ ഇങ്ങനെ ദൈവമക്കളല്ല ക്ഷമിച്ചുകള എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ബലഹീന വിശ്വാസിയായി കൊണ്ടുവന്നു. ഒരു ദിവസം അദ്ദേഹത്തിന്റെ മോൻ എന്നോട് ചോദിച്ചു, വീട്ടിൽ ചെന്നു, ഉപദേശിക്ക് നാണോ മാനമില്ല എൻ്റെ അപ്പന്റെ പിന്നാലെ വരാൻ. സത്യം പറയും, ഉപദേശിക്ക് നാണോ മാനമില്ല ഈ മനുഷ്യന്റെ പിന്നാലെ വരാൻ. അപ്പൊ അവന്റെ കാഴ്ചപ്പാടിൽ ഞാൻ ഈ മനുഷ്യന്റെ പിന്നാലെ പിന്നെയും പിന്നെയും ചെല്ലുന്നത്, അവരോ അദ്ദേഹത്തെ ക്ഷമിച്ച് വീണ്ടും ദൈവസഭയിലേക്ക് ക്ഷണിക്കുവാൻ വരുന്നത് എനിക്ക് നാണോ മാനമില്ലാത്തതെന്ന് അദ്ദേഹത്തിന്റെ മകൻ വിചാരിച്ചു വെച്ചില്ല. ചിലപ്പോ എനിക്ക് തോന്നിയിട്ടുണ്ട്, എനിക്ക് എന്നെ നാണോ മാനമില്ല ഇവരുടെ പിന്നെ പിന്നെ ചെല്ല. സത്യമായിട്ട് പറയാം, ഞാനൊരു കാര്യം പറയാൻ ഉദ്ദേശിച്ചത്, ദൈവത്തിനൊരു നാണോ മാനോ ഇല്ലെങ്കിൽ ഇന്ന് രാത്രി നമ്മളോട് സംസാരിക്കത്തില്ല. നമ്മൾ ആരാണ് എന്ന് നമുക്കും അറിയാം, ദൈവത്തിനും അറിയാം. നമ്മളവിടെ ഡീസൻ്റായിട്ടൊക്കെ വന്നിരിക്കുന്നെങ്കിലും എത്രയോ കാപഢ്യത നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സഭാതലത്തിലും ഉണ്ട് എന്ന് നമുക്കറിയാം. ഇതെല്ലാം നമ്മളെ ഉള്ളതുപോലെ അറിഞ്ഞിട്ട് അവൻ അങ്ങനെ പൊയ്ക്കോട്ടെ എന്ന് കരുതാതെ 2024 അവസാനത്തിൽ വന്ന് നിൽക്കുമ്പോഴും നീ ശാപത്തിലേക്കാണ് പോകുന്നത്, നാശത്തിലേക്കാണ് പോകുന്നത്. ആ വഴി തിരിഞ്ഞ് ഈ വഴിയിലൂടെ തിരിഞ്ഞുകൊള്ളുക, പൊയ്ക്കൊള്ളുക എന്ന് മോശ മുഖാന്തരം തന്റെ ജനമായ ഇസ്രായേലിനോട് സംസാരിക്കുന്ന പോലെ ഇന്ന് രാത്രി ദൈവം നമ്മൾ സംസാരിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ വിശ്വസ്തതയുടെ ഭാഗമാണ്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ യെരമ്യാ പറയുന്നുണ്ട്, ദൈവമേ ഞങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് അങ്ങയുടെ വിശ്വസ്തത കൊണ്ട് മാത്രമാണ്. ഇന്ന് രാത്രിയിൽ ദൈവം നമ്മോട് വിശ്വസ്തനായിരിക്കുന്നത് കൊണ്ട് നമ്മൾ മുടിഞ്ഞു പോകാതെ 24 അവസാനത്തെ ജീവനോട് ഇങ്ങനെ ശേഷിച്ച് ദൈവവചനം, ജീവനുള്ള ദൈവവചനം കേൾക്കുവാൻ, ജീവനുള്ള ദൈവത്തിന് മുമ്പാകെ വരുവാൻ നമുക്കിടയായി തീർന്നിട്ടുള്ളത്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. റോമാലേഖനം 10-ാം അധ്യായം 14-ാമത്തെ വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു, പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആകയാൽ വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. നിരന്തരമായി ദൈവം നമ്മളോട് സംസാരിക്കുകയും ദൈവദാസന്മാരെ നമ്മുടെ ഇടയിലേക്ക് അയക്കുകയും ചെയ്യുന്നത് ദൈവം വിശ്വസ്തനായതുകൊണ്ടാണ്. ദൈവം വിശ്വസ്തനായതുകൊണ്ട് മാത്രമാണ് വീണ്ടും വീണ്ടും നമ്മുടെ അടുക്കൽ വരും. അവർ പറയുന്ന ഒരു പക്ഷേ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്തതോ, നമുക്ക് വേദന ഉണ്ടാക്കുന്നതോ, നമ്മുടെ പാപങ്ങളെ വെളിപ്പെടുത്തുന്നതോ ആയിരിക്കും.
ആമോസ് എന്ന് പറഞ്ഞപ്പോഴും അതുപോലെ യെരമ്യാവ് എന്ന് പറഞ്ഞപ്പോഴും നാഥാം പ്രവാചകൻ ദാവീദിനോട് എന്ന് പറഞ്ഞപ്പോഴും അവർക്ക് ഒരുപക്ഷെങ്കിൽ അത് അസഹനീയമായി തോന്നിയിരിക്കാം. പക്ഷേ ദൈവം വിശ്വസ്തനായതുകൊണ്ടും നമ്മുടെ നന്മ കാണണമെന്നുള്ളത് കൊണ്ടുമാണ് തന്റെ ദാസന്മാരെ നിരന്തരമായി നമ്മുടെ അടുക്കലേക്ക് അയക്കുന്നത്. ഈ ദൈവവചനത്തോടുള്ള നമ്മുടെ വിശ്വസ്തത എന്താണ്? നമ്മുടെ വിഷയം ഇതാണല്ലോ, ദൈവത്തിന്റെ വിശ്വസ്തതയും ദൈവജനത്തിന്റെ ഉത്തരവാദിത്വം. ദൈവം ഇത്ര വിശ്വസ്തയോടെ നമ്മോട് സംസാരിക്കുന്നുവെങ്കിൽ വാട്ട് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഗോഡ്? ഈ ദൈവത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 22-ാമത്തെ വാക്യം നമുക്കെല്ലാം അറിയാവുന്ന വാക്യമാണ് നമ്മൾ വായിക്കുന്നെങ്കിലും, വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരുമായിരിപ്പിൻ. രാത്രിയിൽ കർത്താവേ, ഞാൻ ഇത്രയും മോശക്കാരനായി ഇത്രയും കുഴപ്പക്കാരനായി ജീവിച്ചപ്പോൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും സഭാജീവിതത്തിലും ഒക്കെ അങ്ങേക്ക് പുറംതിരിഞ്ഞ് ഞാൻ നടന്ന വ്യക്തിയാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ മനസ്സിലാക്കുന്ന കർത്താവേ, അങ്ങൊരു നാണമില്ലാതെ കൃപയോടുകൂടെ വീണ്ടും വീണ്ടും എന്റെ പിന്നാലെ വന്ന് എന്റെ കുറവുകളും കുറ്റങ്ങളും ഓർമ്മിപ്പിച്ച് നൽകുന്നു. ഒരുപക്ഷെങ്കിൽ എന്റെ മാതാപിതാക്കൾ പോലും ഇത്ര ക്ഷമയോടെ എന്നോട് സംസാരിക്കുകയില്ലായിരുന്നു, എങ്കിലും നീ പിന്നാലെ വന്ന് എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവമേ, അങ്ങനോട് വിശ്വസ്തനായിരിക്കുന്നത് കൊണ്ടാണ്. ആ വിശ്വസ്തയോട് ഞാനിന്ന് വിശ്വസ്തയോടെ പ്രതികരിക്കും, ഞാനത് ഏറ്റെടുക്കുവാൻ തയ്യാറാണ് എന്ന് ആര് പറയുവാനിടയാണ്? അതോ ഇന്നും നമ്മൾ വീണ്ടും ദൈവത്തെ കളിയാക്കി ഇവിടെ ഇറങ്ങിപ്പോകാൻ? ദൈവത്തിന് പറയാനുള്ളതൊക്കെ പറഞ്ഞു, ഞാൻ എൻ്റെ വഴിക്ക് പോകും എന്ന് പറഞ്ഞാണ് പോകുന്നതെങ്കിൽ ദൈവം നമ്മോട് പറയുന്നത്, മകനെ മകളെ, നീ നാശത്തിലേക്കാണ് പോകുന്നത്, നിനക്ക് ശാപത്തിന്റെ വഴിയിലേക്കാണ് നീ പോകുന്നത്. അനുഗ്രഹത്തിന്റെ വാതിലാണ് ഞാൻ നിനക്ക് തുറന്നു തരുന്നത്. വചനത്തെ അനുസരിച്ച് ജീവിക്കുന്നവർക്കൊക്കെ അനുഗ്രഹത്തിന്റെ വഴികളാണ്. ആ വഴിയിലൂടെ പോകുവാൻ ഞാൻ തയ്യാറാകുന്ന കർത്താവേ എന്ന് ഇന്ന് രാത്രിയിൽ ഒരു തീരുമാനമെടുത്താൽ 25 നമുക്ക് ദൈവം നൽകുന്നുവെങ്കിൽ അനുഗ്രഹത്തിന്റെ വാതായനങ്ങൾ തുറന്നു നൽകി അനുഗ്രഹത്തിന്റെ പാതയിലൂടെ അനുഗ്രഹത്തോടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതിന് സംശയമില്ല. ദൈവം നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ ദൈവത്തിന്റെ വിശ്വസ്തതയുടെ 1-ാമത്തെ തലം എന്ന് പറയുന്നത് തന്റെ ജനത്തോട് സംസാരിക്കുന്നതിൽ ദൈവം ആരാണ്? വിശ്വസ്തന. ഇനി 2-ാമത്തെ ആശയത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. 2-ാം അധ്യായത്തിന്റെ ആവർത്തനം തന്നെ 2-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലുണ്ട്. 2-ാം അധ്യായം 3-ാമത്തെ നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നത് മതി, വടക്കോട്ട് തിരിയും എന്ന് പറയാൻ എന്താ? ഇസ്രായേൽ മക്കൾ ഏതാണ്ട് 40 വർഷം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യും. ഈ ഞങ്ങളുടെയൊക്കെ പ്രായം ഒരു 40-30 വയസ്സൊക്കെ ഉള്ളവർക്ക് അറിയാമായിരിക്കും. പണ്ടത്തെ ഈ പൂമ്പാറ്റയിലും ഒക്കെ ഒരു ഗെയിം വരുമായിരുന്നു, കാടും വീടും കളി. അറിയാലോ അല്ലേ? നിങ്ങൾക്ക് പറയും, നിങ്ങൾക്ക് ഇപ്പൊ മൊബൈൽ കളി എന്താന്ന് പറയും, വേറെ ന്യൂ ജനറേഷൻ കളികൾ. അപ്പൊ ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു വീടുണ്ടാകും, അതിന് കാടുണ്ടാവും, അതിങ്ങനെ ഇങ്ങനെ വരയൊക്കെ വരച്ച് അത് ഒരു വഴിയുണ്ടാവും, അതിനകത്തുകൂടി കളിച്ച് വീട്ടിലെത്തണം. അതാണ് എന്റെ ഗെയിം എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങളൊക്കെ അത് കൊച്ചിലെ ഇഷ്ടംപോലെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഒരു ഷോർട്ട് കട്ട് ചാടി ഒറ്റടിക്ക് എത്താവുന്ന സ്ഥലമാണ്. പക്ഷെ ഇതെന്ത് ചെയ്യും? വളം ചുറ്റിക്കറങ്ങിയാണ് എന്ന് പറഞ്ഞ പോലെ ഇസ്രായേൽ മക്കളുടെ കനാൻ ദേശത്തേക്കുള്ള യാത്ര പരിശോധിച്ചാൽ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് ഒത്തിരി കറങ്ങി തിരിഞ്ഞാണ് അവരെവിടെ എത്തിയത്? കനാൻ ദേശത്ത്. ഏതാനും ദിവസം കൊണ്ട് എത്താമായിരുന്ന ഈ യാത്ര 40 വർഷത്തോളം അവർ മരുഭൂമിയിൽ ചുറ്റിക്കറങ്ങുവാനിടയായി. ഇങ്ങനെ ചുറ്റിക്കറങ്ങി അവർ നടന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം അവരോട് പറയുന്ന ഇങ്ങനെയാണ്, നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നത് മതി, വടക്കോട്ട് തിരിവിൻ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താണ്? 2-ാമത്തെ ആശയത്തിലേക്ക് ഞാൻ വിവരണത്തിലേക്ക്. 2-ാമത്തെ ആശയം, തന്റെ ജനത്തെ നയിക്കുന്നതിൽ ദൈവം വിശ്വസ്തനാണ്. God is faithful in guiding his people. തന്റെ ജനത്തെ നയിക്കുന്നതിൽ, ഗൈഡ് ചെയ്യുന്നതിൽ ദൈവം വിശ്വസ്തനാണ്. അവർ മത്സരികളായി നടന്നപ്പോൾ അവരോട് സംസാരിക്കുന്നതിൽ മാത്രമല്ല ദൈവം വിശ്വസ്തൻ, തന്റെ ജനത്തെ തന്റെ വഴിയിലൂടെ നടത്തുന്നതിലും ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പറയുന്ന വഴിയിലൂടെ നമ്മുടെ മക്കൾ പോലും പോയില്ലെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും? അവർ പോകുന്ന വഴിക്ക് പൊക്കോട്ടെ എന്ന് വിചാരിക്കും. നമ്മുടെ ഉപദേശം നിർത്തും, വഴി കാണിക്കലും നിർത്തും. എന്നാൽ ദൈവം അങ്ങനെയല്ല. തന്റെ ജനത്തോട് നിരന്തരമായി സംസാരിക്കുന്നു, അതിൽ താൻ വിശ്വസ്തനാണ്. മാത്രമല്ല, വഴിതെറ്റി ദൈവജനം പോകുമ്പോൾ വഴി ഇതാകുന്നു, ഇതിലൂടെ നടന്നുകൊള്ളുക എന്ന് പറഞ്ഞ് അവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നതിൽ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ടാണ് ദൈവം തന്റെ ജനത്തോട് പറഞ്ഞത്, നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നത് മതി, വടക്കോട്ട് തിരിവിനെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വഴി കാണിച്ചു കൊടുക്കുവാനിടയായിട്ട്. അപ്പൊ ദൈവത്തിന്റെ വിശ്വസ്തതയുടെ 2-ാമത്തെ തലമെന്ന് പറയുന്നത് തന്റെ ജനത്തെ നയിക്കുന്നതിൽ, ഗൈഡ് ചെയ്യുന്നതിൽ ദൈവം വിശ്വസ്തനാണ്.
2024 നമ്മൾ എത്രയോ വഴികളിലൂടെ യാത്ര ചെയ്യും. ആ വഴികളിലൊക്കെ വഴിമുട്ടുന്ന സന്ദർഭങ്ങളൊക്കെ നമുക്കുണ്ടാകും. അപ്പോൾ ദൈവം നമുക്ക് വ്യക്തമായ വഴികൾ കാണിച്ചു നൽകി ആ വഴിയിലൂടെ ദൈവം എന്ത് ചെയ്തു? നമ്മളെ നടത്തും. നമുക്ക് പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം ദൈവം തന്റെ ജനത്തെ എങ്ങനെയാണ് നടത്തിയത് എന്നുള്ളൊരു തെളിവ് നമുക്ക് കാണുന്നത്. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? പുറപ്പാട് 13:21. ആ ഓക്കെ. അപ്പോൾ നമുക്കറിയാം, ദൈവജനമായ ഇസ്രായേൽ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് വരികയാണ്. അങ്ങനെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വായിക്കുന്നത്, അവർക്ക് പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് മേഘസ്തംഭവും അഗ്നിസ്തംഭവും ദൈവം അവർക്ക് കൊടുത്തു. ഇതെന്നതിന് കൊടുത്തത്? പില്ലർ ഓഫ് ക്ലൗഡ് ആൻഡ് പില്ലർ ഓഫ് ഫയർ. ഇതെന്തിനു വേണ്ടി ദൈവം കൊടുത്ത? തണല് കൊടുക്കുക അല്ലേ? തണല്. ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ? വെളിച്ചം കൊടുക്കേണ്ടതിന് 13-21 അവർ രാവും പകലും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന്, ടു ഷോ ദ വേ, വഴി കാണിക്കേണ്ടതിന് എന്നെ കൊടുത്തിരുന്നത്. ഈ മേഘസ്തംഭവും അഗ്നിസ്തംഭവും ദൈവം കൊടുത്തിരുന്നു. പ്രധാനമായി മറ്റു പല പർപ്പസസ് അതിനോട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് അവരെ വഴി കാണിക്കേണ്ടതിന്. അപ്പം ദൈവം തന്റെ ജനത്തിന് വഴി കാണിക്കേണ്ടതിന് വേണ്ടി, വഴി കാണിക്കുന്നതിൽ വിശ്വസ്തനാണ്. ആ വഴി കാണിക്കുവാൻ വേണ്ടി 40 വർഷം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ മേഘസ്തംഭവും അഗ്നിസ്തംഭവും ദൈവം അവർ കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ ഇന്ന് നമുക്ക് ഗൾഫ് രാജ്യങ്ങൾ, അവർ യാത്ര ചെയ്ത രാജ്യങ്ങളൊക്കെ ചെയ്ത് മിഡിൽ ഈസ്റ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വലിയ ഹൈവേകളുണ്ട്. എന്നാൽ മോശയൊക്കെ യാത്ര ചെയ്തിരുന്ന കാലഘട്ടത്തിൽ മരുഭൂമിയിൽ എന്തില്ല? വഴിയൊന്നുമില്ല. എല്ലാം എവിടെ നോക്കിയാലും ഒരുപോലെ ഇരിക്കും. അപ്പോൾ ഈ 40 വർഷം ഇവരെങ്ങനെ യാത്ര ചെയ്ത്? ഒരു പ്രത്യേകമായ സ്ഥലത്ത് കൂടാരം അടിച്ചു. അടുത്ത സ്ഥലത്തേക്ക് രാവിലെ എഴുന്നേറ്റ് അവർ മുകളിലേക്ക് നോക്കും. മേഘസ്തംഭം അങ്ങനെ തന്നെ നിശ്ചലമായി അവർക്ക് തലയ്ക്ക് മീതെ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്റെ അർത്ഥം എന്താണ്? അവർക്ക് അവിടെ തന്നെ തുടരാം. അല്ല, മേഘസ്തംഭം ചലിച്ചു തുടങ്ങിയെങ്കിലെ അർത്ഥം എന്താണ്? കൂടാരം അഴിക്കുവാൻ സമയമായി. എങ്ങോട്ടാണ് യാത്ര? അറിഞ്ഞുകൂടാ. ഒരു നേഴ്സറി റൈം ഉള്ളതുപോലെ മേഘം നോക്കി സഞ്ചാരം. അവിടെ മുമ്പാകെ ഇങ്ങനെ മേഘം പോയിക്കൊണ്ടിരിക്കും. എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. ഈ മേഘത്തിന്റെ പിന്നാലെ ദൈവജന യാത്ര. ഒരു പ്രത്യേകമായ സ്ഥലത്തെത്തുമ്പോൾ മേഘം നിശ്ചലമാകും. അതിന്റെ അർത്ഥം എന്താണ്? അവിടെ കൂടാരം പാളയമിറങ്ങുവാൻ സമയമായി. അങ്ങനെ 40 വർഷങ്ങൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ അവർക്ക് വഴി കാണിക്കുവാൻ ദൈവം കൊടുത്തിരുന്ന സംവിധാനമാണ് മേഘസ്തംഭം എന്ന് പറയുന്നത്. ഇവിടെ ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ പറയുകയാണ്, കനാൻ ദേശത്തേക്ക് കടക്കുവാൻ പോകുന്നതിന് മുമ്പ് മോശ ആവർത്തന പുസ്തകത്തിൽ പുതിയ തലമുറയ്ക്ക് സന്ദേശം നൽകുമ്പോൾ പറയുകയാണ്, ദൈവം വിശ്വസ്തനാണ്. ആ ദൈവം നിങ്ങളെ വിവിധ നിലകളിൽ വിശ്വസ്തനായിരിക്കും. ഒന്ന്, തന്റെ ജനത്തോട് സംസാരിക്കുന്ന വിശ്വസ്തനാണ്. ആ വചനം കേട്ട് നിങ്ങൾ മുമ്പോട്ട് പോകണം. 2, തന്റെ ജനത്തെ നയിക്കുന്നതിലും ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നത് മതി, വടക്കോട്ട് തിരുവിൻ എന്ന് പറഞ്ഞ് ദൈവം അവർക്ക് വഴി കാണിച്ചു കൊടുക്കുവാൻ ഇടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം വഴി കാണിക്കുന്നവനാണ്. ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ചോദിക്കും, പുതിയ നിയമവിശ്വാസികളായ നമുക്ക് ഈ മേഘം പറഞ്ഞിട്ട് എന്താ കാര്യം? ഇന്ന് നമ്മളെ വഴി നടത്തുവോ? നമ്മളെ ദൈവം വഴി നടത്തുവോ? എങ്ങനെയാ വഴി നടത്തുന്നത്? മേഘം അല്ലേ? ഞാൻ ഇടുക്കിക്കാരനാണ്. ഇപ്പൊ ഇടുക്കിയിലുള്ള ചില വിശ്വാസികളെ ഇന്ന് മേഘം നോക്കിയാണ് ആരാധനയ്ക്ക് പോകും. രാവിലെ എഴുന്നേറ്റ് നല്ല കാറും കോളും ഒക്കെയാണ്, മേഘമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട? ആരാധനയ്ക്ക് പോകണ്ട, വീട്ടിൽ ഇരുന്ന് മേഘം നോക്ക്. ഇവിടുത്തുകാരല്ല കേട്ടോ, കുന്നംകുളം തൃശ്ശൂരുകാരെന്ന് അങ്ങനൊന്നുമല്ല. മേഘം ഉണ്ടെങ്കിലും ഇല്ലേലും ആരാധിക്കുന്നവർ. ഇപ്പൊ കൊറോണ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഓൺലൈൻ, എല്ലാം ഓൺലൈൻ, ആരാധന ഓൺലൈൻ, പ്രാർത്ഥന ഓൺലൈൻ. എന്ത് ലാഭമാണ്? ട്രാഫിക്കിനകത്ത് പോകണ്ട, ഡ്രസ്സ് ചെയ്യണ്ട, സ്വോത്രാഴ്ച ഇടണ്ട, എല്ലാം ലാഭം. മൊത്തത്തിൽ ലാഭ കച്ചവടമാണ്. അതുകൊണ്ട് ഈ കൊറോണ മാറിക്കഴിഞ്ഞിട്ടും മനുഷ്യന് എന്തൊരു താല്പര്യമില്ല? സഭാഹാളിൽ വരാനായിട്ടോ ദൈവജനവുമായി കൂട്ടായ്മ ആചരിക്കുവാനോ വചനം കേൾക്കുവാനോ താല്പര്യമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഒരു ദുഃഖ യാഥാർത്ഥ്യമാണ്. ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ചെയ്തു, അതിനകത്ത് നമ്മൾ വിഷയം പറയുന്നില്ല. അതിന്റെ പ്രത്യേകത ഒരു കാലഘട്ടമല്ല.
ദൈവം അനുകൂലമായി നൽകിയപ്പോഴും വീണ്ടും അതിൽ തന്നെ ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്നത് ശ്ലാഘനീയമായ ഒരു വിഷയമല്ല എന്നാണ് എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം ആ വിഷയത്തിൽ. ഇവിടെ ദൈവം തന്റെ ജനത്തെ വഴി കാണിച്ചു. മേഘസ്തംഭത്തിലല്ല വഴി കാണിക്കുന്നു. പിന്നീടോ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാമത്തെ വചനം ഇങ്ങനെ വായിക്കുന്നുണ്ട്: സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും. അപ്പൊ പുതിയ നിയമ വിശ്വാസിയെ വഴി നടത്തുന്ന മേഘസ്തംഭവും അഗ്നിസ്തംഭവും ഒന്നുമല്ല. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ വഴി നടത്തും. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ വഴി നടത്തും. ദൈവം വിശ്വസ്തനാണ്. തന്റെ ജനത്തോട് സംസാരിക്കുന്നതിൽ മാത്രമല്ല, തന്റെ ജനത്തെ നയിക്കുന്നതിലും ദൈവം വിശ്വസ്തനാണ്. നമ്മൾ വഴിതെറ്റി പോകുമ്പോൾ നമ്മളെ നടത്തുന്ന വഴി ഏതാണെന്നറിയാം? ആരാന്നറിയാം? യേശുക്രിസ്തു ആണ്. നമ്മുടെ ഉള്ളിൽ ആരുണ്ട്? പരിശുദ്ധാത്മാവ്. ഈ ശബ്ദം നമ്മൾ കേൾക്കണം. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം. ഇതെങ്ങനെ കേൾക്കുന്നത്? നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോഴേ രഹസ്യമായി, ഭാര്യ അറിയത്തില്ല, ഭർത്താവ് അറിയത്തില്ല, മക്കൾ അറിയത്തില്ല, സഭാ മൂപ്പനോ സുവിശേഷനോ ആരും അറിയത്തില്ല, നമ്മുടെ തെറ്റ് ചെയ്തു. ഈ തെറ്റ് നമ്മൾ ആദ്യം ബോധ്യമാക്കുന്ന ആരാണ്? പരിശുദ്ധാത്മാവ്. നിങ്ങൾ ഈ ശബ്ദം കേട്ടിട്ടുണ്ടോ? നമ്മളൊരു ഒരു പ്രത്യേക ഒരു സിനാരിയോ ഞാൻ പറഞ്ഞു. നമ്മളൊരു സ്ഥലത്തൂടെ യാത്ര ചെയ്യും. നമ്മൾ ആരുമില്ല, നമ്മളെ അറിയാവുന്ന ആരും, വേറെ രാജ്യത്താന്ന്, UK-ലോ അമേരിക്കയിലോ എവിടെയില്ലാന്ന്, അവിടെ നമ്മളെ അറിയുന്നവരാണ് പ്രത്യേക സ്ഥലത്ത്. ഇപ്പൊ ഒരു തെറ്റ് ചെയ്യാനുള്ള പ്രേരണ നമുക്കുണ്ടായി. നമുക്ക് തോന്നി ആ തെറ്റിലേക്ക് ഞാൻ വഴുതി പോകുമെന്നൊരു തോന്നലും ഉണ്ടായി. ആ സമയത്ത് അത് ചെയ്താൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ടു കമ്മിറ്റ് സിൻ എന്ന് പറഞ്ഞാൽ ഒരു പാപം ചെയ്യാനുള്ള അസുലഭമായ സന്ദർഭം. ആരും അറിയത്തില്ല, വീട്ടുകാരും നാട്ടുകാരും സഭക്കാരും ആരും അറിയത്തില്ല. ചെയ്താൽ കൊള്ളാമെന്നും ചെയ്യാനായിട്ടുള്ള പ്രേരണയുമുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആരോ പറഞ്ഞു, അത് ചെയ്യരുത്, അങ്ങോട്ട് പോകരുത്, അത് നോക്കരുത്, അത് പറയരുത്. കേട്ടിട്ടുണ്ടോ? ഇതുവരെ ആ ശബ്ദം കേട്ടിട്ടില്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടോ എന്ന് ചിന്തിച്ചോ. ഇതുവരെ എന്നൊരു ശബ്ദം കേട്ടിട്ടില്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടിട്ടില്ല. രക്ഷിക്കപ്പെട്ടവന് പ്രലോഭനങ്ങൾ ഉണ്ടാകും. പക്ഷെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വഴി കാണിച്ചു നൽകും. ഇതാകുന്നു വഴി, ഇതിലൂടെ നടന്നുകൊള്ളുക എന്നൊരു അശരീരി കേൾക്കുമെന്ന് യെശയ്യാപ്രവാചകൻ പറഞ്ഞതുപോലെ ദൈവിക വഴികൾ ദൈവം കാണിച്ചു നൽകുവാനിടയായിത്തീരും. പിന്നെ കുറെ കഴിഞ്ഞ് എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഈ ശബ്ദം നിരന്തരമായി കേട്ടതിനോട് മത്സരിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത്? ഈ ശബ്ദം കേൾക്കാൻ പറ്റാതെ, അതിനെ എന്താ പറയുന്ന? ഹൃദയ കാഠിന്യം എന്ന് പറയും. ദൈവം സംസാരിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കേൾക്കാൻ പറ്റത്തില്ല. ആ ഒരു തലത്തിൽ ഞാൻ സാധാരണ ഒരു ഉദാഹരണം പറയും. ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്, ക്ഷമിക്കണം. രാശി വിഷയമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാൻ ഈ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്ന ഒരാൾ. ഞങ്ങളുടെ ഇടുക്കിക്കാരൻ, ഞങ്ങളുടെ കരോളിന് ആൾക്കാർ ചെണ്ടയങ്ങളും ഒക്കെ ആയിട്ട് വരും. അപ്പൊ ഞങ്ങളുടെ ഒക്കെ വീട്ടിൽ നായക്കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, പട്ടി ഉണ്ടെങ്കിൽ കൂട് പൊട്ടിച്ച് ചാടാൻ ശ്രമിക്കും, ഈ ഒച്ചയമ്പളമൊക്കെ ഇട്ട്. പക്ഷെ ഞാൻ തൃശ്ശൂർ പലപ്പോഴും വന്നിട്ട് ഈ ചെണ്ടയും ഒച്ചയൊന്നും കേട്ട സാധാരണ നായക്കുട്ടികൾ എന്ത് ചെയ്യത്തില്ല, അനങ്ങത്തില്ല. കാരണം എന്നറിയോ? ഇപ്പൊ നിയന്ത്രണമായിട്ട് ഇപ്പൊ കുറവുണ്ട്. ഇപ്പൊ ഞാൻ ആ തൃശ്ശൂർ 20 വർഷമൊക്കെ ആദ്യമായിട്ടൊക്കെ തൃശ്ശൂർ നിരന്തരമായിട്ട് വരുന്ന സമയത്ത് മിക്കവാറൊക്കെ നിരന്തരം വലിയ പടക്കവും പൊട്ടിരും ബഹളങ്ങളൊക്കെ. ഇപ്പൊ അത് പൂരം തന്നെ വേണമെന്നില്ല, ചെറിയ ബർത്ത്ഡേക്കൊക്കെ വലിയ പൊട്ടിട്ടുള്ളതാണ് ഞാൻ കേട്ടത്. അപ്പോൾ ഇതൊക്കെ കേട്ട് ഈ നായക്കുട്ടിയുടെ ഡയപ്പർ എന്ത് ചെയ്തു, അടിച്ചു. അതുകൊണ്ട് ഈ ശബ്ദമൊന്നും കേട്ടാൽ എന്ത് ചെയ്യത്തില്ല. ഞാൻ ഒരു വീട്ടിൽ, റെയിൽവേ സ്റ്റേഷൻ അടുത്തൊരു വീട്ടിൽ പോയി കിടന്നു. അയ്യോ, അന്ന് രാത്രി കൊട്ട. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ഒച്ച കേട്ടില്ല, ഉദ്ദേശിച്ച് ഉറക്കം വരത്തില്ല. അപ്പൊ അവരിത് കേട്ട് അതിനകത്തങ്ങ് തഴമ്പ്, അതിന് ട്യൂണ്ടായി എന്ന് പറഞ്ഞതുപോലെ ഒരു പാപം ചെയ്ത് നമ്മളതിനെ ട്യൂണ്ടായി പോയെന്നെ പറ്റുന്നറിയാം. നമുക്ക് ആ ശബ്ദമുണ്ട്, പക്ഷെ കേൾക്കാൻ പറ്റാതെ ആകും. ഞാൻ വളരെ പ്രായോഗികമായിട്ട്, ദൈവം തന്റെ ജനത്തെ നയിക്കുന്നതിൽ വിശ്വസ്തനാണ്. തന്റെ ആത്മാവിലൂടെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ യാക്കോബ് അച്ചൻ രക്ഷിക്കപ്പെട്ടു എന്നൊരു സമയത്ത് ആരാധന കഴിഞ്ഞ ഒരു സഹോദരൻ പെട്ടെന്ന് വീട്ടിൽ പോയി. അപ്പൊ എന്നോട് ഞാൻ വിചാരിച്ചു, സാറിനൊക്കെ ആരാധന കഴിഞ്ഞ് കുറെ കാലങ്ങൾക്ക് മുമ്പാണ്, കുറെ നേരം സംസാരമൊക്കെ കഴിഞ്ഞ് എല്ലാവരും വർത്തമാനമൊക്കെ പറയാൻ പോകുന്നത്. അപ്പൊ ഇദ്ദേഹം പെട്ടെന്ന് പോയപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം എന്തുകൊണ്ട് പിണക്കം. ഞാൻ ആ വീട്ടിൽ പോയിട്ട് എനിക്കൊരു ചിന്താണ്, ഈ മനുഷ്യൻ എന്നോട് പിണക്കുണ്ട്, അതുകൊണ്ട് മിണ്ടാതെ പോയി. അപ്പൊ ഞാൻ ആ വീട്ടിൽ പിന്നെ ഇടയ്ക്ക് വിചാരിക്കും കുഴപ്പമൊന്നുമില്ല. പിന്നെ രാത്രി കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. വിചാരിക്കും അന്ന് സൈക്കിളും ഇല്ലാത്ത കാലഘട്ടമാണ്.
അദ്ദേഹത്തിന്റെ വീട്ടിൽ 5-6 കിലോമീറ്റർ നടന്നു പോകണം. രാത്രി 11 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തിന് വീട്ടിൽ നടന്ന് 12 മണിയായപ്പോൾ എത്തി. അദ്ദേഹത്തിന്റെ വീട്ടിൽ മുറിച്ച് പറഞ്ഞു, സൗര അപ്പോൾ എന്നാ ബ്രദറെ എന്നാ? ഞാൻ പറഞ്ഞു, ബ്രദറെ എനിക്ക് ഒരു ബുദ്ധിമുട്ട്. എന്നാ ബ്രദർ ആരാധനയ്ക്ക് വന്നിട്ട് മിണ്ടാതെ പോയില്ല. എനിക്ക് ബ്രദർ എന്തോ ഒരു പ്രയാസം ഉണ്ടെന്ന് തോന്നി, അതുകൊണ്ടാണ്. മുഴുവൻ എൻ്റെ ബ്രദർ എനിക്കൊരു പ്രയാസമില്ല, എനിക്ക് പ്രത്യേക ഒരു കല്യാണത്തിന് കണ്ടാൽ കഴിഞ്ഞ് പോകണം, അവിടെ ഞാൻ പെട്ടെന്ന് പോയതാണ്. ഞങ്ങൾ കുറേ നേരം ഒരു വർത്തമാനമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് പിരിഞ്ഞൊരു സമയം ഞാൻ ഓർമ്മയിൽ വരുന്നു. ഇനി ആ കാലമൊക്കെ ഇന്ന് എൻ്റെ തന്നെ ജീവിതം ഞാൻ നോക്കുക, ഇന്ന് നോക്കിയേ, ഇന്ന് ആരെങ്കിലും മിണ്ടിയാലോ കുഴപ്പം? അവൻ്റെ എൻ്റെ അടുത്ത് മിണ്ടാൻ വരുന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത്. മിണ്ടാതെ പോയാൽ നമുക്ക് കുഴപ്പമൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ ആത്മാവ് അന്ന് നമ്മോട് സംസാരിച്ച അതേ ആത്മാവ് ഒരു കുഞ്ഞിന്റെ രക്ഷിക്കപ്പെട്ട ഒരു ശിശുവിന്റെ ഹൃദയത്തിൽ നിഷ്കളങ്കതയോടെ ദൈവത്തിന്റെ ആത്മാവ് എങ്ങനെ പ്രവർത്തിച്ചുവോ ആ പ്രവർത്തന ശൈലി തന്നെ പരിശുദ്ധാത്മാവിനുണ്ട്. എങ്കിലും ലോകത്തിലും പാപത്തിലും ഇഴുകിച്ചേർന്ന് നമുക്ക് ആ പാപത്തോട് പ്രതികരിക്കുവാൻ കഴിയാതെ വണ്ണം നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ആമോസ് ഏതാണ്ട് 20 വർഷവും യെരമ്യാ പ്രവാചകൻ ഏതാണ്ട് 1/2 നൂറ്റാണ്ട് യഥാക്രമം അസീറിയൻ ബാബിലോണിയ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുവാൻ പോകുന്നതിന് മുമ്പ് ഇവരോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴും അവർക്ക് കേൾക്കുവാൻ സാധിക്കാതെ പോയതിന്റെ കാരണം ഇതാ. ഇത് നമ്മളെ വളരെ ശക്തമായിട്ട് ഇന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയം. നിങ്ങൾക്കറിയാമോ, ഇസ്രായേൽ മക്കളെ 3 ഘട്ടങ്ങളായിട്ട് എങ്ങോട്ട് കൊണ്ടുപോയത്? ബാബിലോണിയ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയി. 1-ാം കൂട്ടരെ കൊണ്ടുപോയി, 2-ാം കൂട്ടരെ കൊണ്ടുപോയി, 3-ാം കൂട്ടരെ കൊണ്ടുപോകുവാൻ നെബൂഖദ്നേസറിന്റെ മകനായി നെബൂഖദ്നേസർ യെരൂശലേമിനെ ഉപരോധിച്ചുകൊണ്ട് യെരൂശലേമിന്റെ വെളിയിൽ നിൽക്കുക. എന്നോടൊപ്പം ഉണ്ടല്ലോ. 1-2 കൂട്ടരെ കൊണ്ടുപോയി, കുറെ ആൾക്കാരെ കൊന്നുകളഞ്ഞ്, കുറച്ചുപേർ വിധവമാരായി, കുറച്ചുപേർ അനാഥരായി. ഇതെല്ലാം ആര് കണ്ടുകൊണ്ടിരിക്കുകയാണ്? ശേഷിക്കുന്ന ഇസ്രായേൽ യഹൂദ കണ്ടുകൊണ്ടിരിക്കുക. ഇതെല്ലാം കണ്ടിട്ട് അവസാനത്തെ കൂട്ടരെയും കൊണ്ടുപോകുവാൻ യെരൂശലേമിനെ ഉപരോധിച്ചുകൊണ്ട് ബാബിലോണിയ സംഘവും സൈന്യവും വന്ന് വെളിയിൽ നിൽക്കുക. അവർക്കതിനെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ അകത്തൊരു കാര്യം നടക്കുക. എന്താണെന്നറിയാമോ? നിങ്ങൾ യെരമ്യാ പ്രവചനം വായിച്ചിട്ടില്ലേ? യെരമ്യാവ് പറയുക, മാനസാന്തരപ്പെട്, മടങ്ങി വരെ, മാനസാന്തരപ്പെടുക, മടങ്ങി വരിക. 1-2 കൂട്ടരെ കൊണ്ടുപോയി നിങ്ങൾ കണ്ടില്ലേ? ഇത് നമുക്ക് വരാതിരിക്കുക, മാനസാന്തരപ്പെടുക. കള്ളപ്രവാചകന്മാർ പറഞ്ഞു ദൈവം കാരുണ്യവാരുതിയ, അതുകൊണ്ട് 70 വർഷം പ്രവാസമൊന്നും ഉണ്ടാകിയില്ല, അഥവാ കൊണ്ടുപോയാൽ തന്നെ ഇപ്പോൾ തന്നെ നമ്മൾ തിരിച്ചു വരുമെന്ന് കള്ളപ്രവാചകന്മാരുടെ വാക്കുകൾ കേട്ട് ഹൃദയം കഠിനപ്പെടുവാനിടയായി. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? മരണം വാതിൽക്കൽ കിടക്കുമ്പോഴും ന്യായവിധിയുടെ കലശങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മാനസാന്തരപ്പെടുവാൻ കഴിയാതെ വണ്ണം ഹൃദയം കഠിനപ്പെട്ടു പോയൊരു ജനവിഭാഗം. എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടം ദൈവജനത്തിന്റെ ഹൃദയം അത്രമേൽ കഠിനപ്പെട്ടിരിക്കും. നമ്മൾ ഈ ആത്മീയത എന്നൊക്കെ പറയുന്നത് ഈ പുറമേ കാണുന്ന വിഷയങ്ങളാണ് ആത്മീയത എന്ന് വിചാരിച്ചു വെച്ചത്. ഒന്നുമല്ല. ആത്മീയതയ്ക്ക് പല തലങ്ങളുണ്ട്. നമ്മളെ കൊണ്ട് ഒരാൾക്കോട് ക്ഷമിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുകയില്ല. വലിയ ആത്മീയ പാഠവുണ്ടെന്ന് പറയുന്ന ആൾക്കാർ, ഒരു സോറി പറഞ്ഞാൽ ക്ഷമിക്കാൻ പറ്റാത്ത ആൾക്കാർ. എന്നെ വളരെ ഹൃദയഭേദകമായ ഒരു സംഭവം വെച്ചാൽ നടക്കുന്നു. വളരെ ഹൃദയഭേദകമായ, ഞാൻ വളരെ ആത്മീക മണ്ഡലത്തിൽ ഉള്ളതെന്ന് പറഞ്ഞൊരു വ്യക്തിയോട് ചില മാനസികമായ അകലമുണ്ട്. കള്ളത്തരം ഒരാൾ പറഞ്ഞു, അത് കള്ളമാണ് തന്നെ പറഞ്ഞു. കള്ളം പറഞ്ഞത് കള്ളമാണെന്നല്ലേ പറയാൻ പറ്റും, കള്ളമാണ് തങ്ങൾ പറഞ്ഞു. പക്ഷെ പറഞ്ഞ രീതി ധാർമ്മിക രോഷം കൊണ്ട് പറയേണ്ടാത്ത രീതിയിൽ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ചില ദേഷ്യപ്പെട്ടു പറഞ്ഞു. കള്ളമാണ് പറഞ്ഞത്, അതിന്റെ സാക്ഷികളും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളങ്ങനെ കള്ളം പറയാം, തങ്ങളെപ്പോലെ ഒരാൾ അങ്ങനെ ഒരു സത്യം തെളിവുകളുള്ളപ്പോൾ ഇങ്ങനെ ഇത്രയും കള്ളത്തരം എന്തുകൊണ്ടാണ് പറയുന്നത്? അത് അവിടെ ഒരു മാനസികമായ അകൽച്ചയുണ്ട്. അന്ന് രാത്രി എനിക്ക് കിടന്നു തുടങ്ങി. ഒത്തിരി നാളൊന്നും ആയില്ല, എനിക്ക് ഭയങ്കര ഉറക്കം ഉണ്ടായിരുന്നു രാത്രി. രാവിലെ 2 ദിവസം ഓർമ്മ എഴുന്നേറ്റ് എനിക്ക് ബ്രദറെ എനിക്ക് ഉറക്കം വന്നില്ല, നമുക്ക് രാവിലെ എനിക്ക് അവിടെ വീട്ടിൽ പോകാത്ത ഒരു ശ്രമമാണ്. അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ തെറ്റൊന്നും ചെയ്തില്ല, നമ്മൾ തെറ്റ് ചെയ്തില്ല, ഞാൻ പറഞ്ഞതെല്ലാം ശരി തന്നെയാണ്. അദ്ദേഹം കള്ളത്തരം പറഞ്ഞു ശരിയാണ്, പക്ഷെങ്കിൽ അത്രയും പ്രായമുള്ള ഒരാളോട് ആ രീതിയിൽ ഞാൻ പ്രതികരിക്കാൻ പാടില്ല. ഐ മസ്റ്റ് റെസ്പെക്ട് ഹിം ഹിസ് ഏജ്. അദ്ദേഹത്തിന്റെ പ്രായത്തെ ഞാൻ ബഹുമാനിക്കണമായിരുന്നു. അത് ഞാൻ ചെയ്തില്ല. എനിക്ക് സഭ്യമായ ഭാഷയിൽ, അസഭ്യമൊന്നും പറഞ്ഞില്ല, കുറച്ചും കൂടെ മൃദുവായിട്ട് എനിക്ക് പറയാമായിരുന്നു. ഞാനത് ചെയ്തില്ല. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോകും. രാവിലെ എഴുന്നേറ്റ് അവരെയും കൂട്ടി ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. ക്ഷമിക്കുവാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല,
പോട്ടെ എന്ന് പറയാനോ വീട്ടിലൊന്ന് കയറ്റിയിരുത്തുവാനോ തയ്യാറാകാത്ത ആത്മീക മണ്ഡലമാണ്. നമ്മൾ അവരെയൊക്കെ കാണുമ്പോൾ ഭൗമ്യതയുടെ രൂപമായിട്ട് നമുക്ക് തോന്നും. ഒരുപാടെ ആത്മീക ലോകം മുഖം മൂടികളാണ്. യാഥാർത്ഥ്യത്തെ അറിയാതെ പോകുന്ന മനുഷ്യൻ. നമ്മുടെ ആത്മീകത മാറ്റുരയ്ക്കുന്ന ഇവിടെയൊക്കെയാണ്. നമ്മളാരും തെറ്റുകൂടാത്ത പാപം ചെയ്യാനോ ഒരു തെറ്റും തെറ്റാവരവുള്ളവരൊന്നുമല്ല റോമൻ കത്തോലിക്കർ പഠിപ്പിക്കുന്നത്. നമ്മൾ തെറ്റു പറ്റും. ആ തെറ്റ് ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും സഭാവിശ്വാസിയാണെങ്കിലും ആ തെറ്റ് ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമുണ്ടായി വന്നാൽ ക്ഷമിക്കുവാനൊരു മനോഭാവം നമുക്കുണ്ടാകണം. ആ ഒരു പുതിയ വഴിയിലൂടെ യാത്രയാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിലെയും പറയാം, വഴി ഇതാകുന്നതിലൂടെ നടന്നുകൊള്ളുക. നമ്മളോട് ദൈവത്തിന്റെ ആത്മാവ് എത്രയോ നാളുകളായി ചില കാര്യങ്ങൾ പറഞ്ഞു നൽകിയിട്ട് മാനസാന്തരപ്പെടാതെ കഠിനഹൃദയന്മാരായി കഴിയുന്നുവെങ്കിൽ ഇന്ന് രാത്രി ദൈവം നമ്മോട് പറയുകയാണ്, മാനസാന്തരപ്പെടുക, മടങ്ങി വരിക. ദൈവം തന്റെ മാനസാന്തരത്തിന്റെ വഴി നമ്മളെ കാണിച്ചു നൽകും. ദൈവം വിശ്വസ്തനായതുകൊണ്ട് നമ്മോട് സംസാരിക്കുന്ന മാത്രമല്ല, തന്റെ ജനത്തെ നയിക്കുന്നതിലും ദൈവം വിശ്വസ്തനാണ്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ സംസാരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ക്ഷമ ചോദിച്ചോളൂ. ക്ഷമിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? സീരിയസ് ആകട്ടോ, ക്ഷമിക്കണം. നമ്മുടെ മക്കളോട് ക്ഷമിക്കണം, ഭാര്യയോട് ക്ഷമിക്കണം, സഭാവിശ്വാസത്തോട് ക്ഷമിക്കണം. ചിലർക്ക് മരിച്ചാലും എന്ത് അങ്ങനെങ്ങാനും കർത്താവ് നമ്മോട് വിചാരിച്ചിരുന്നല്ലോ. കർത്താവ് പറഞ്ഞ് 70 എന്ന് പറഞ്ഞാൽ 490 പ്രാവശ്യം നല്ല അനന്തമായി ക്ഷമിക്കണം. നമ്മളോ 2-3 പ്രാവശ്യം വരെ എൻ്റെ വിധം മാറുമല്ലേ. ഇവിടെ നമുക്ക് ദൈവം നമ്മോട് ഇന്ന് രാത്രിയിൽ പറയുന്ന വിഷയം, നിങ്ങൾ കനാൻ ദേശത്തേക്ക് ഇസ്രായേൽ 2ാം തലമുറ കനാൻ ദേശത്തേക്ക് അവരോട് മോശ മുഖാന്തരം പറയുന്ന വിഷയം, നിങ്ങൾക്ക് ഈ ദേശം അനുഗ്രഹമായി തീരണമെങ്കിൽ എന്റെ വചനങ്ങൾ കേട്ടനുസരിക്കണം. ഞാൻ വിശ്വസ്തനാണ്, നിങ്ങൾ സംസാരിക്കുന്നത് ആ വചനങ്ങൾ കേൾക്കണം. 2, ഞാൻ കാണിക്കുന്ന വഴിയിലൂടെ നിങ്ങൾ നടക്കണം. വഴിതെറ്റി പോകാറുണ്ട്. വഴിതെറ്റി പോകുമ്പോൾ ഞാൻ വരും, ആത്മാവിലൂടെ നിങ്ങൾ സംസാരിക്കും, വചനത്തിലൂടെ ദൈവദാസന്മാരിലൂടെ ഞാൻ സംസാരിക്കും. ദൈവം കാണിച്ചു നൽകുന്ന വഴിയെ നമ്മൾ നടക്കണം. കാരണം ദൈവം തന്റെ ജനത്തെ നയിക്കുന്നതിൽ വിശ്വസ്തനാണ്. 2024 നമ്മൾ എത്രയോ വഴികളിലൂടെ പോകേണ്ടവരായിരുന്നു. പാപത്തിന്റെ അഴുക്കുചാലിലൂടെ പോകേണ്ടവരായിരുന്നു. എന്നാൽ ആ വഴികളിലൂടെ പോകാതെ ഇതാകുന്ന വഴി, ഇതിലൂടെ നടന്നുകൊള്ളുക എന്ന് പറഞ്ഞ് പുതുവഴി കാണിച്ചു നൽകി പാപത്തിന്റെ വഴിയിൽ നിന്ന് പുതുവഴിയിലേക്ക് നയിച്ചത് ദൈവം വിശ്വസ്തനായതുകൊണ്ട് ഒന്നല്ല. 1000 പ്രാവശ്യം നമ്മൾ വഴിതെറ്റി പോയപ്പോഴും ദൈവം വിട്ടുകളയാതെ പിന്നാലെ വന്ന് വഴി കാണിച്ചു നിന്ന് നമ്മുടെ 2024 അവസാന മണിക്കൂറിൽ എത്തി നിൽക്കുമ്പോഴും ദൈവം വഴി കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ഇൻ ഗൈഡിങ് ഹിസ് പീപ്പിൾ. നമ്മളെ നയിക്കുന്നതിൽ ദൈവം വിശ്വസ്തനാണ്. അത് പാപത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ ഓരോരോ വൈദ്യനകളുടെ മധ്യത്തിൽ നമ്മൾ നിൽക്കുമ്പോഴും അടുത്ത ചുവട് എവിടെ എടുത്തു വയ്ക്കണമെന്നറിയാതെ നമ്മൾ പേടിച്ച് ഭയന്ന് നിൽക്കുമ്പോഴും വഴി ഇതാകുന്നു, ഇതിലൂടെ നടന്നുകൊള്ളുക എന്ന് പറഞ്ഞ് വഴി കാണിച്ചു നൽകിയ ദൈവം എത്രയോ വിശ്വസ്തൻ. മക്കളുടെ, ഭാര്യയുടെ, രോഗത്തിന്റെ, സാമ്പത്തിക പ്രശ്നങ്ങളുടെ, എത്രയോ സഭാതലത്തിൽ എത്രയോ വിഷയങ്ങൾ മുമ്പാകെ നമ്മൾ പകച്ചു നിൽക്കും. അവിടെ നമ്മൾ ദൈവം മുമ്പാകെ നെടുപാട് വീണപ്പോ ദൈവം പറഞ്ഞു, ഇതാകുന്നു വഴി, ഇതിലൂടെ നടന്നുകൊള്ളുക. ദൈവം വിശ്വസ്തനാണ്. അങ്ങനെ ദൈവത്തിന്റെ വചനത്തെ കേട്ടനുസരിച്ച് നടക്കുമ്പോൾ ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൽ 24, 22 തൊട്ട് 25 വരെയുള്ള വാക്യങ്ങളിൽ ആത്മാവിന്റെ ഫലത്തെക്കുറിച്ചും ജഡത്തിന്റെ പ്രവൃത്തികളെ കുറിച്ചും നമ്മൾ വായിക്കുന്നുണ്ട്. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവൻ ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കും. ജഡത്തിന്റെ അനുസരിച്ച് ജീവിക്കുന്നവൻ ജഡത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ ഇടയായിത്തീരും. ആത്മാവിന്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത. ദൈവം വിശ്വസ്തനായതുകൊണ്ട് നമ്മളും വിശ്വസ്തരായിരിക്കണം. വിശ്വസ്തത എന്ന് പറയുന്നത് അത് ദൈവത്തോടുള്ള ഒരു പ്രതികരണമല്ല, ദൈവത്തിന്റെ വിശ്വസ്തതയോടുള്ള നമ്മുടെ പ്രതികരണമാണ്. നമ്മൾ വിശ്വസ്തരാണോ? സഭയോട്, ദൈവത്തോട്, ഭാര്യയോട്, ഭർത്താവിനോടോ, മക്കളോടോ, മാതാപിതാക്കളോടൊക്കെ വിശ്വസ്തരായിരിക്കണം. വിശ്വസ്തതയുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ദൈവത്തോട് ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനനുസരിച്ച് നടക്കുകയും ചെയ്യും എന്ന് നമ്മൾ ഗലാത്യ ലേഖനം 5:25 വായിക്കും. 26-ാമത്തെ വാക്യത്തിൽ നാം അന്യോന്യം പോരിനെ വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വ്യർത്ഥാഭിമാനികൾ ആകരുത്. ആത്മാവിന്റെ ശബ്ദം കേട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? അന്യോന്യം പോരിനെ വിളിക്കരുത്, യുദ്ധപ്രഖ്യാപനം നടത്തരുത്. എന്നിട്ട് ഇതെല്ലാം നടത്തിയിട്ട് അസൂയപ്പെട്ടിരിക്കരുത്. എന്നിട്ട് എന്ത് ചെയ്യരുത്? അതിലെന്ത് ചെയ്യരുത്? വ്യർത്ഥാഭിമാനമുള്ളവരാ. അയ്യോ, ഞാൻ അവനോട് വെല്ലുവിളിച്ചു, അവരെ ഞാൻ ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് അത് അഭിമാനമല്ല, വ്യർത്ഥാഭിമാനം.
അല്ല, ക്ഷമ ചോദിച്ചു. ക്ഷമിക്കുന്നതാണ് അഭിമാനം. ദൈവവചന പ്രകാരമുള്ളത്. അത് ക്ഷമിക്കാതിരിക്കുന്ന വ്രതാഭിമാനം. അവിശ്വസ്തരാണെങ്കിൽ വിശ്വസ്തയിലേക്ക് കടന്നു വരുന്നതാണ് ദൈവവചനത്തിന്റെ മാതൃക പ്രകാരമുള്ള ജീവിതം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ദൈവത്തിന്റെ വിശ്വസ്തത എന്നുള്ള വിഷയമാണ്. ദൈവം ഏതൊക്കെ കാര്യങ്ങളാണ് വിശ്വസ്തനായിരിക്കുന്നതുകൊണ്ട് 2 കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, എന്തിലാണ്? തന്റെ ജനത്തോട് സംസാരിക്കുക. എപ്പോഴാണ് സംസാരിക്കുന്നത്? മരുഭൂമിക്ക് അഭിമുഖമായി മത്സരിച്ച് നടക്കുമ്പോൾ പിന്നാലെ വന്ന ദൈവം സംസാരിക്കുന്നു. കാരണം ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. തന്റെ ജനത്തോട് സംസാരിക്കുന്ന വിശ്വസ്തൻ. സംസാരിക്കൽ മാത്രമല്ല, 2, തന്റെ ജനത്തെ നയിക്കുന്നതിൽ ദൈവം വിശ്വസ്തൻ. പുറകെ നടന്ന് ദൈവത്തിന്റെ വഴി നമുക്ക് കാണിച്ചു നൽകുന്നതിൽ ദൈവം വിശ്വസ്തൻ. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നത് മതി, വടക്കോട്ട് തിരുവിൻ എന്ന് പറഞ്ഞ് ദൈവിക വഴി അവരെ കാണിച്ചു കൊടുക്കുന്ന 2ാമത്തെ കാര്യം. 3ാമത്തെ ആശയം 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. ആവർത്തനം 2-ന്റെ 4-ാമത്തെ വാക്യം. നമ്മൾ 2-3 കാര്യങ്ങളോട് വായിക്കുന്നുണ്ട്. അതിൽ ഒരു കാര്യം പറഞ്ഞ് ഞാൻ വരാം. നീ ജനത്തോട് കൽപ്പിക്കേണ്ടതെന്നാൽ സെയീറിൽ കൂടി നിങ്ങൾ കടക്കുവാൻ പോകുന്നു. ഏശാവിന്റെ മക്കളായ നിങ്ങളുടെ സഹോദരന്മാരുടെ അതിൽ കൂടി നിങ്ങൾ കടപ്പാൻ പോകുന്നു. അവർ നിങ്ങളെ പേടിക്കും. ഭാവികാല ക്രിയയിലാണ് നിങ്ങൾ അവരെ പേടിക്കുവാനിടയായിത്തീരും. ആകയാൽ ഏറ്റവും സൂക്ഷിച്ചു കൊള്ളണം. 3ാമത്തെ കാര്യം, തന്റെ ജനത്തിന്റെ ഭാവി കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ ദൈവം വിശ്വസ്തനാണ്. God is faithful in revealing the future of his people. തന്റെ ജനത്തിന്റെ ഭാവി കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നതിൽ ദൈവം വിശ്വസ്തനാണ്. ഞാൻ പറഞ്ഞു, കനാൻ ദേശത്തേക്ക് കടക്കുവാൻ പോകുന്ന 2-ാം തലമുറക്കാരോട് മോശ നൽകുന്ന അന്ത്യ സന്ദേശമാണ് ആവർത്തന പുസ്തകത്തിലുള്ളത്. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് പറയുകയാണ്, തന്റെ ആ ജനം വിശ്വസ്തരായിരിക്കണം. ദൈവം അവരോട് സംസാരിക്കുന്നതിൽ വിശ്വസ്തനാണ്. തന്റെ ജനത്തെ നയിക്കുന്നതിൽ വിശ്വസ്തനാണ്. 3, തന്റെ ജനത്തിന്റെ ഭാവി കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നതിൽ വിശ്വസ്തനാണ്. അവർ പോകുന്ന യാത്രയിൽ അവർക്ക് എന്തൊക്കെ സംഭവിക്കുവാൻ പോകുകയാണ്, ഏശാവിന്റെ മക്കൾ അവരോട് എന്ത് ചെയ്യുവാൻ പോകുകയാണ്, അവരെ ഭയപ്പെടും. ഇതെല്ലാം ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ തന്റെ ജനത്തിന്റെ ഭാവി കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നതിൽ ദൈവം വിശ്വസ്തനാണ്. ഭൂതകാല നിത്യത മുതൽ ഭാവികാല നിത്യത വരെയുള്ള എല്ലാ കാര്യങ്ങളും ദൈവജനത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിരിക്കുക? ബൈബിളിൽ വെളിപ്പെടുത്തി നൽകിയിരിക്കുക. തന്റെ ജനത്തോട് തന്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തി നൽകുന്നതിൽ ദൈവം വിശ്വസ്തനാണ്. ഇതിനോടൊരു പ്രായോഗിക കാര്യമാണ് ഞാൻ പറഞ്ഞോട്ടെ. എല്ലാ കാര്യവും ബൈബിൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ കാര്യവും ബൈബിൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഉണ്ടോ? ഇല്ല. എന്താ വെളിപ്പെടുത്താത്ത കാര്യം? എന്നതാ? എല്ലാ കാര്യവും ഇല്ല. നമ്മൾ അവർ പറയുന്നുണ്ട്, മറഞ്ഞിരിക്കുന്ന ആർക്കുള്ളതാ? ദൈവത്തിനുള്ള. മറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രായോഗികമായിട്ട് ഞാൻ പറയാം. അതായത്, കർത്താവിന്റെ വേലയ്ക്ക് ഒരാളെ ദൈവം വിളിച്ചു. ആ ആൾ എവിടെ വേല ചെയ്യണമെന്ന് എന്ത് ചെയ്തിട്ടില്ല. ഞാനിന്നിവിടെ കുന്നംകുളത്തുകൊണ്ട് പ്രസംഗിക്കണോ ബൈബിൾ എഴുതി വെച്ചിട്ടില്ല. ഒരാൾ കല്യാണം കഴിക്കണം, വിശ്വാസി കല്യാണം കഴിക്കേണ്ട ആളുടെ പേരെന്ത് ചെയ്തിട്ടില്ല, എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ വെളിപ്പെടുത്താത്ത ചില കാര്യങ്ങളുണ്ട്. വെളിപ്പെടുത്തി വെച്ച കാര്യങ്ങളുമുണ്ട്, വെളിപ്പെടുത്താത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ വെളിപ്പെടുത്താത്ത കാര്യം എങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും? ഒരു ജോലി ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ ഏത് ജോലിക്ക് പോകണം? ഡോക്ടർ ആകണോ, എഞ്ചിനീയർ ആകണോ, പൈലറ്റ് ആകണമോ, വിദേശത്ത് പോകണമോ, സ്വദേശത്ത് വേല ചെയ്യണമോ? ഇതൊന്നും ബൈബിൾ എന്ത് ചെയ്തിട്ടില്ല, രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. അപ്പൊ പിന്നെ അതെങ്ങനെ മനസ്സിലാക്കുന്നത്? വളരെ പ്രായോഗികമായിട്ടൊരു കാര്യം ഞാൻ പറയാനിട്ടാണെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത്, ഞാൻ എൻ്റെ തിയോളജിക്കൽ സ്റ്റഡിയിൽ ബാച്ചിലേഴ്സ് ചെയ്യുമ്പോൾ ഞാൻ ഒരു തീസിസ് എഴുതിയായിരുന്നു. ആ തീസിസിന്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത് റിവീൽഡ് വിൽ ഓഫ് ഗോഡ്, അതായത് ദൈവത്തിന്റെ വെളിപ്പെടുത്തി കിട്ടിയ ഹിതം എന്നുള്ളതാണ് ആ വിഷയ പ്രബന്ധത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം. അതിനകത്ത് ഞാൻ അവസാനമായ ഒരു കൺക്ലൂഷൻ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത്, ദൈവം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ, രക്ഷയെക്കുറിച്ച്, എങ്ങനെ ജീവിക്കണം, ഭാര്യയോട് എങ്ങനെ വിടണം, ഭർത്താവിനോട് എങ്ങനെ വിടണം, സമൂഹത്തിൽ എങ്ങനെ വിടണം, ഇതൊക്കെ ദൈവം, സഭയിൽ ഞാൻ എങ്ങനെ ആയിരിക്കും, ഇതെല്ലാം വെളിപ്പെടുത്തി കൃത്യമായ രേഖകൾ ബൈബിളിലുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ആരെ കല്യാണം കഴിക്കണം, എവിടെ ഞാൻ ജോലി ചെയ്യണം, എവിടെ ഞാൻ വേല ചെയ്യണം, എവിടെ കർത്താവിന്റെ വചനം പ്രസംഗിക്കണം, ഇതൊന്നും കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. വെളിപ്പെടുത്താത്ത ചില കാര്യങ്ങൾ ബൈബിളിലുണ്ട്. അതെങ്ങനെ തിരിച്ചറിയാമെന്നുള്ളതായിരുന്നു എന്റെ വിഷയം. അതിനകത്തെ കൺക്ലൂഷൻ ഇങ്ങനെയാണ്. ഒരു ചെറിയൊരു മാത്തമാറ്റിക്സ് കണക്ക്. അതായത്, നമുക്കിപ്പോ ഇങ്ങനെ അറിയാം, എക്സിന്റെ വില, ഒരു എക്സ് പിള്ളേർക്കറിയാം. ഇപ്പോ if 3x is equals to 6, അതായത് 3x എന്ന് പറയുന്നത് 6 ആണ് എങ്കിൽ 1x വില എന്താ? സിമ്പിളാ. എത്ര? 3x വില 6 ആണെങ്കിൽ 1x വില എത്ര?
2 എങ്ങനെ കിട്ടിയത്? നമ്മൾ പറഞ്ഞു എങ്ങനെ കിട്ടിയത്? വളരെ സിമ്പിളാ. 6/2 ആണ്. പിന്നെ അറിയാവുന്ന കാര്യം 3x വരെ നമുക്ക് എന്ത് ചെയ്യാം? അറിയാം. അപ്പോൾ അറിയാത്ത എക്സിന്റെ വില എന്ന് പറഞ്ഞാൽ നോൺ ടു അൺനോൺ, അറിയാവുന്ന കാര്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്തു? അറിയാത്തത് കണ്ടെത്തുവാൻ സാധിച്ചു. നമുക്ക് ഈ പല വിശ്വാസികളുണ്ട്, ദൈവം വെളിപ്പെടുത്തിയ ഹിതങ്ങളൊന്നും അവർ ചെയ്യത്തില്ല. എന്നിട്ട് എന്ത് ചെയ്യണം? വെളിപ്പെടുത്താത്ത ദൈവഹിതം കണ്ടെത്തണം. ഞാൻ സാധാരണ പറയാറുണ്ട്, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ അനുസരിച്ചാണുണ്ടല്ലോ, ബാക്കി വെളിപ്പെടുത്താത്ത കാര്യം കൃത്യമായ സമയത്ത് നമുക്ക് വെളിപ്പെടുത്തി കിട്ടും. കല്യാണത്തിലൊക്കെ സാധാരണ വിവാഹം, ഇവന് ഒന്നാമത്തെ കാര്യം വിശ്വാസി വെക്കണം. അവൻ കോളേജിലും കണ്ട് പോയി ഒരു അവിശ്വാസിയെ സ്നേഹിച്ചു മുടുക്കിലാക്കി, എന്നിട്ട് അവസാനം പ്രാർത്ഥിക്കുക, ഇത് ദൈവഗീതമാണോ? അല്ലേ? ദൈവഗീതം അല്ലെന്ന് നിനക്കറിയാലോ. കാരണം നീ റൂട്ട് തെറ്റിപ്പോയി. വേദനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന പ്രമാണത്തിൽ നിന്ന്, അടിസ്ഥാന പ്രമാണത്തിൽ നിന്ന് അകന്നു പോയി. എന്നിട്ട് ദൈവഗീതമാണെന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ദൈവഹിതപ്രകാരം വെളിപ്പെടുത്തി കെട്ടിയ കാര്യങ്ങൾക്ക് അനുസൃതമായ ഒരു വിശ്വാസം ജീവിക്കുമ്പോൾ, വചനത്തിന് അനുരൂപമായ ഒരു വിശ്വാസം ജീവിക്കുമ്പോൾ വെളിപ്പെടുത്തി കിട്ടാത്ത പല കാര്യങ്ങളുണ്ടാകും. അത് കണ്ടെത്തുവാൻ വലിയ പാടുണ്ടാകില്ല. ഇന്ന് പല വിശ്വാസികളും സ്ട്രഗിൾ ചെയ്യുന്നതിന്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്ത് പഠിക്കണം, എന്ത് ജോലിക്ക് പോകണം, എവിടെ ശുശ്രൂഷിക്കണം, തടസ്സം എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ കൃത്യതയോടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് വിഷയമല്ല, അതനുസരിക്കുകയുമില്ല. അതനുസരിക്കാത്ത ആൾക്കാർക്ക് വെളിപ്പെടുത്തി കിട്ടാത്ത ദൈവങ്ങളെ മനസ്സിലാക്കുവാൻ അത്ര എളുപ്പവും ആയിരിക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ നമ്മൾ എല്ലാത്തിനും ഉപയോഗിക്കുന്ന കാര്യമാണ് ബൈബിൾ വാക്യങ്ങൾ നമ്മൾ ഉപയോഗിക്കും. ഇങ്ങനെ ആകുമ്പോൾ കല്യാണം, പ്രത്യേകിച്ച് വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഇഷ്ടംപോലെ നടക്കുന്ന പിള്ളേരെല്ലാം വിശ്വാസികളുമായിട്ട് പല കാര്യങ്ങൾ പോയി വിവാഹം കഴിയും. എന്നിട്ട് അവസാനം ഇങ്ങനൊരു കല്യാണം നടത്താൻ ഒരു സ്ഥലത്ത് വിളിച്ചു. അപ്പൊ എനിക്ക് തന്നെ ഇത് റൂട്ട് മാറിയുള്ള അപ്പൻ്റെ അടുത്ത് പറഞ്ഞു, ഉപദേശിച്ചത് ഇങ്ങനെയാണ്, രക്ഷിക്കപ്പെടുന്നത്, അവിടെ പിന്നെ രക്ഷിക്കപ്പെടുത്തിയെടുത്തതാണ്. അപ്പൊ കല്യാണം നടത്താൻ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് മാനസികമായിട്ടൊരു സന്തോഷമില്ല, നടത്തത്തില്ല. അവസാനം വേറൊരു എന്നെക്കാട്ട് വലിയ പ്രവാചകൻ പോയി കല്യാണം നടത്തി കഴിഞ്ഞാൽ എനിക്ക് അദ്ദേഹം ഒരു കുറി അയച്ചു, കല്യാണക്കുറി. അപ്പൊ കല്യാണക്കുറിക്കകത്ത് അദ്ദേഹം വെച്ചിരിക്കുന്നത് 118 സങ്കീർത്തനത്തിന്റെ 23 വാക്യം. എന്താണ്? ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കും. ഇത് കണ്ടപ്പോ എനിക്കൊരു കൗതുകവും ഒരു അതിശയോക്തിയും തോന്നി. ഞാൻ വിചാരിച്ചു, ഈ കത്തങ്ങാനും കർത്താവിന് കൊടുത്ത കർത്താവ് ഒരു ചെറിയ തിരുത്തലോടുകൂടി ഇങ്ങനെ അയച്ചാൽ എന്താ പറയാ, ഇത് മനുഷ്യരാൽ സംഭവിച്ചു, യഹോവയുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായി. എല്ലാത്തിനും ദൈവത്തെ കൂടെ ദൈവഗത അല്ലാത്ത കാര്യങ്ങൾ ചെയ്തു വെച്ച് വാക്യവും കൂട്ടുവെച്ച് പിന്നെ പ്രമാണമില്ലാത്ത ആൾക്കാരെ കൂട്ടുവെച്ച് ഇതെല്ലാം കൂടെ കൂട്ടിക്കിട്ടിയാൽ പൊളിഞ്ഞു പോകും. ദൈവ പ്രമാണപ്രകാരമുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ കാലത്തൊന്നും ഇങ്ങനെ പ്രസംഗിക്കുന്ന പ്രവാചകന്മാർ ഇഷ്ടം കല്ലെറിഞ്ഞ് ഓടിക്കും. ആമോസിനെ പിന്നെ ഈ കാലഘട്ടം ഇതൊക്കെ എല്ലാം സ്വാഭാവികമാണ്. പിന്നെ നിങ്ങൾ നല്ലത്, ഞാനും നല്ലത്, നമ്മളെല്ലാം നല്ലതെന്ന് പറഞ്ഞ പ്രവാചകന്മാരെയാണ് ആൾക്കാർക്ക് ഇഷ്ടം. അത് വേറൊരു കാലം. പക്ഷെ ഏത് കാലഘട്ടത്തിലും സത്യം പറയുവാൻ ദൈവം ഏൽപ്പിച്ചവർ സത്യം പറയുക തന്നെ ചെയ്യണം എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്, ദൈവവചനത്തിന്റെ പ്രമാണങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു പോകുവാൻ പാടില്ല. തന്റെ ജനത്തെ നയിക്കുന്നതിൽ മാത്രമല്ല ദൈവം വിശ്വസ്തൻ, തന്റെ ജനത്തിന്റെ ഭാവി കാര്യങ്ങൾ വെളിപ്പെടുത്താൻ. ഒരുപക്ഷെ 2025 കടക്കുവാൻ പോകുമ്പോൾ എന്തൊക്കെയാണ് എന്റെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്നത്, എന്റെ പഠനം, വിദ്യാഭ്യാസം, ഭാവി, മക്കൾ, വിവാഹം, പല കാര്യങ്ങൾ നമ്മുടെ മുമ്പാകെ കാണാതിരിക്കുന്ന, മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകും. ദൈവം പറയുകയാണ്, വഴിയിതാകുന്നു, ഇതിലൂടെ നടന്നുകൊള്ളുക. നീ എന്റെ വചനപ്രകാരം മുമ്പോട്ട് പോകുമ്പോൾ നിന്റെ ഭാവി കാര്യങ്ങൾ ഓരോന്നായി ദൈവം വെളിപ്പെടുത്തി നൽകുന്നതിൽ ദൈവം വിശ്വസ്തനാണ്. കനാൻ ദേശത്തേക്ക് കാലൂരി നിൽക്കുന്ന ഈ 2ാം തലമുറക്കാരോട് പറയാം, നിങ്ങൾ പോകുമ്പോൾ സംഭവിക്കുവാനുള്ള കാര്യങ്ങളൊക്കെ അതാത് സമയങ്ങളിൽ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുക. ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഈ എല്ലാ വെളിപ്പാടുകളും അവർ കൊടുത്തില്ല. കനാൻ ദേശത്തേക്ക് കടക്കുവാൻ കാലൂരി നിൽക്കുമ്പോൾ അവർക്ക് അനിവാര്യമായ വെളിപ്പാടുകൾ ദൈവം അവർക്ക് കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞതുപോലെ ഓരോരോ ദിവസത്തേക്കും ആവശ്യമായ ദൈവികമായ വെളിപ്പാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിപ്പാട് പുതുതായിട്ട് നൽകുന്നില്ല, വെളിപ്പെടുത്തി കിട്ടിയ ദൈവവചനത്തിലെ വെളിപ്പാടുകൾ പ്രകാരം നമ്മൾക്ക് ദൈവത്തിന് ഭാവി കാര്യങ്ങൾ, നാളുകൾ നടക്കേണ്ടുന്ന കാര്യങ്ങൾ ദൈവം തന്റെ വചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി നൽകും എന്നുള്ള സംശയമില്ല. അതാണ് 3ാമത്തെ കാര്യം. 4ാമത്തെ കാര്യം, തന്റെ ജനത്തോടുള്ള ദൈവത്തിന്റെ വിശ്വസ്തയുടെ 4ാമത്തെ തലത്തിലേക്ക് പോകാം. അതിന്റെ 4ാമത്തെ വാക്യം, ആവർത്തനം 2:4. ആകയാൽ ഏറ്റവും സൂക്ഷിച്ചു കൊള്ളണം.
ഞാനതിനിങ്ങനെ പറയാൻ താല്പര്യപ്പെടുകയാണ്. തൻ്റെ ജനത്തിന് മുന്നറിയിപ്പ് നൽകുന്നതിൽ ദൈവം വിശ്വസ്തനാണ്. ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ഇൻ വാർണിംഗ് ഹിസ് പീപ്പിൾ. തൻ്റെ ജനത്തിന് മുന്നറിയിപ്പുകൾ നൽകുന്നതിൽ ദൈവം വിശ്വസ്തനാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇവര് കനാദേശത്തെ കടക്കാൻ പോവുകയാണ്. കടക്കാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് മോശയോട് പറയുകയാണ്, നിങ്ങൾ വളരെ പേടിക്കേണ്ട ആവശ്യകതയുണ്ട്, നിങ്ങൾ അവരെ പേടിക്കണം, നിങ്ങൾ വളരെ ഏറ്റവും സൂക്ഷിച്ചു കൊള്ളുവാൻ ആവശ്യമുണ്ട്. മുന്നറിയിപ്പുകൾ ദൈവം നൽകുകയാണ്. അപ്പോൾ തൻ്റെ ജനത്തിന് മുന്നറിയിപ്പുകൾ നൽകുന്നതിലും ദൈവം വിശ്വസ്തനാണ്. ഏറ്റവും സൂക്ഷിച്ചു കൊള്ളണം എന്ന് നമ്മൾ വായിക്കുക. നമ്മൾ തിരുവെഴുത്ത് വായിച്ചു കഴിഞ്ഞാൽ ബൈബിളിലുടനീളം തൻ്റെ ജനത്തിന് ഇത് നൽകുന്നുണ്ടെന്ന് അറിയാവോ? മുന്നറിയിപ്പുകൾ ദൈവം നൽകുന്നു. മുന്നറിയിപ്പുകൾ നിരന്തരമായി ദൈവം നമുക്ക് മുന്നറിയിപ്പ് നൽകും. ഈ 24ന്റെ അവസാന ദിവസവും ദൈവം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം നമുക്ക് ചില മുന്നറിയിപ്പുകൾ നൽകുകയാണ്. നിരന്തരമായിട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നമ്മൾ ആമോസിന്റെ പ്രവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു പദപ്രയോഗം, പ്രത്യേകിച്ച് 4-ാം അധ്യായത്തിൽ ആവർത്തിച്ചു വരുന്ന ഒരു പദപ്രയോഗം എന്നെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് വാക്യം ഒന്ന് വായിക്കാം. തൻ്റെ ജനത്തിനുള്ള മുന്നറിയിപ്പ് നൽകുന്നതിൽ ദൈവം വിശ്വസ്തനാണ്. 4-ാമത്തെ ആശയം അതാണ്. എന്തൊക്കെ നിലകളിലാണ് ദൈവം മുന്നറിയിപ്പ് നൽകുന്നത്? ആമോസിന്റെ പ്രവചനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഇനിയും അതിന്റെ എന്നിട്ടും നിങ്ങളെങ്കിലേക്ക് തിരിഞ്ഞില്ല. 8-ാമത്തെ വാക്യം. എന്നിട്ടും നിങ്ങളെങ്കിലേക്ക് തിരിഞ്ഞില്ല. 9-ാമത്തെ വാക്യം. എന്നിട്ടും നിങ്ങളെങ്കിലേക്ക് തിരിഞ്ഞില്ല. 10-ാമത്തെ വാക്യം. അവസാന ഭാഗം. എന്നിട്ടും നിങ്ങളെങ്കിലേക്ക് തിരിഞ്ഞില്ല. 11-ാമത്തെ വാക്യം. തീയിൽ വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി പോലെയായിരുന്നു നിങ്ങൾ, എന്നിട്ടും നിങ്ങളെങ്കിലും. ആവർത്തിച്ചൊരു വാക്യം വായിക്കുന്നുണ്ട്. സ്റ്റിൽ യു ഹാവ് നോട്ട് റിട്ടേൺ ടു മീ. എന്നിട്ടും നിങ്ങളെങ്കിലേക്ക് തിരിഞ്ഞില്ല. ഈ വേദഭാഗത്തെല്ലാം പറയുന്നത് ചില മുന്നറിയിപ്പുകൾ ദൈവം നൽകി, ചെറിയ ചെറിയ സൂചനകൾ നൽകി, ചെറിയ ചെറിയ ന്യായവിധികൾ ദൈവത്തിന്. ഞാൻ പറഞ്ഞില്ല, വടക്കേ രാജ്യമായ ഇസ്രായേലുള്ള ബന്ധത്തിലാണ് ആമോസ് പ്രവചിക്കുന്നത്. അസീര്യ അടിമത്തത്തിലേക്ക് മുമ്പ് ആമോസ് എന്ന് പറയുന്ന പ്രവാചകനെ തെക്കിൽ നിന്ന് വടക്കയച്ച് ദൈവം മുന്നറിയിപ്പുകൾ നൽകുകയാണ്. എന്തൊക്കെയാണ് അവർക്കുണ്ടായ ദൈവം കൊടുത്ത മുന്നറിയിപ്പുകൾ? അവർക്ക് പട്ടിണിയുണ്ടായി, അപ്പത്തിന്റെ കുറവുണ്ടായി, ദേശത്ത് വരൾച്ചയുണ്ടായി, തോട്ടങ്ങൾ ആഹാരം നൽകാതെയായി, അവിടെ മഹാമാരി ഉണ്ടാകുവാനിടയായി, തീയിലൂടെ അവർ കടന്നു പോകുവാനിടയായി. ഒട്ടനവധി ന്യായവിധികൾ ഒന്നിനു പിന്നാലെ ഒന്നായി പാപത്തെ പ്രണയിച്ചു പോയ ദൈവജനത്തിന് ദൈവം നൽകുവാനിടയായി. എന്നിട്ടും നിങ്ങളെങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് പറയത്തക്കവണ്ണം അവർ വീണ്ടും വീണ്ടും പാപത്തിലേക്ക് തന്നെ പോകുവാനിടയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുന്നറിയിപ്പുകൾ കണ്ടിട്ടും കേട്ടിട്ടും അതിനോട് പ്രതികരിക്കുവാൻ അവരിടയായി തീർന്നില്ല. നമുക്ക് എത്രയോ മുന്നറിയിപ്പുകൾ ദൈവം നൽകുന്നത് അല്ലേ? ഈ മുന്നറിയിപ്പുകളൊക്കെ ദൈവം നൽകുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാം? എന്തിനാ മുന്നറിയിപ്പുകൾ നൽകുന്നത്? അപകടം വരുന്നതിന് മുമ്പാണ് മുന്നറിയിപ്പ് നൽകുന്നത്. അസീര്യൻ അടിമത്തം, അസീര്യൻ സാമ്രാജ്യം അവരുടെ വാളിന്റെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പാപം ചെയ്യുന്ന ദൈവജനത്തെ അസീറിലൂടെ ദൈവം ശിക്ഷിക്കുവാൻ പോവുകയാണ്. അതിനു മുമ്പ് ഈ മുന്നറിയിപ്പുകളൊക്കെ നൽകി വലിയ ന്യായവിധി വരുന്നതിന് മുമ്പ് അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി ഈ മുന്നറിയിപ്പുകളെല്ലാം നൽകി. പക്ഷെ ഈ മുന്നറിയിപ്പുകളൊന്നും നൽകിയിട്ടും അതൊന്നും അവർ ചെവിക്കൊള്ളുവാൻ ഇടയായില്ല. അതുകൊണ്ടാണ് വലിയ ന്യായവിധിയിലേക്ക് ദൈവജനമായ ഇസ്രായേൽ കടന്നു പോകുവാനിടയായി. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 2024 എത്രയോ മുന്നറിയിപ്പുകൾ ദൈവം എനിക്ക് നിങ്ങൾക്ക് നൽകി. സൂക്ഷ്മമായി നോക്കിയാൽ, ജീവിതത്തിലേക്ക് നോക്കിയാൽ, കുടുംബത്തിലേക്ക് നോക്കിയാൽ, സഭയിലേക്ക് നോക്കിയാൽ, വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നോക്കിയാൽ ദൈവം മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. നമ്മളതിന് പല ഓമന പേരുകൾ നൽകുന്നുണ്ടാകും. സ്റ്റിൽ ഗോഡ് വാണ്ട്സ് ഹിസ് പീപ്പിൾ. തൻ്റെ ജനത്തിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടേയിരിക്കുക. നമ്മൾ ഈ ചുമ്മാ നിങ്ങൾ വിചാരിക്കരുത്, ചുറ്റുപാട് കാണുന്നതൊക്കെ ചുമ്മാ കാര്യമാണെന്ന് വിചാരിക്കരുത്. കൊറോണയൊക്കെ ഒരു മുന്നറിയിപ്പ് തന്നെ ആയിരുന്നു. ദൈവം സംഭവിക്കുന്നത് ഇതുകൊണ്ട് വല്ലോ ഗുണമുണ്ടായ ഈ വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്. ഈ മഹോപദ്രവ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ്. വലിയ ന്യായവിധികൾ ഉണ്ടായപ്പോൾ അവിടെ എല്ലാം വായിക്കുന്നുണ്ട്. ജനം അവരുടെ ഹൃദയത്തെ എന്ത് ചെയ്തു? കഠിനപ്പെടുത്തി. They have hardened their heart.
ഇത്രയും വലിയ ന്യായവിധികൾ ഉണ്ടായപ്പോഴും അവളുടെ ഹൃദയം കഠിനപ്പെടുവാനിടയായി. ഞാൻ ദേവദാസൻ എന്നുള്ളത് ഞാൻ പറയട്ടെ, ആരാധന കൊറോണ സമയത്ത് ആരാധന നടക്കാതെ ചിലപ്പോൾ ഞങ്ങളുടെ സഭയിൽ ഗ്രാമീണ സഭയാണ്, അവിടെ ഒരു ഉപ്പം പിടിച്ച സഭ. എൻ്റെ ഉപദേശി എന്താ നമുക്കൊന്ന് കാണാൻ പറ്റുന്നത്, എന്നാ ഒന്ന് കൂടാൻ പറ്റുന്നത്, വളരെ കണ്ണുനീരോടും പറഞ്ഞു, അച്ഛാ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം മാറ്റം ഉണ്ടാക്കും, നമുക്കൊന്നിച്ചു കൂടാൻ സാഹചര്യങ്ങളുണ്ടാകും. ദുഃഖത്തോടെ പറയട്ടെ, ഇതെല്ലാം ദൈവം മാറ്റി തന്നിട്ടും കൂടി വരാൻ ജനത്തിന് പഴയ ഉത്സാഹം ഇല്ല. അതിന്റെ വില അറിഞ്ഞ പഴയ തലമുറ വലിയ ആവേശത്തോടുകൂടി ആരാധനയിൽ കടന്നു വന്നുവെങ്കിലും ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ആരാധനയും ആത്മീയതയും ഒരു രണ്ടാം തരം കാര്യങ്ങളായി കാണുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ദൈവം ഇന്നും ന്യായവിധികൾ അയക്കുന്നുണ്ട്, മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്, ബാലശിക്ഷകൾ നൽകുന്നുണ്ട്. അതൊന്നും കേട്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ തയ്യാറാകാതെ ഹൃദയകാഠിന്യത്തോടുകൂടെ തന്നെ പോകുന്ന അനവധി നിരവധി ദൈവജനം ഇന്നുമുണ്ട് എന്നുള്ളത് ദുഃഖകരമായ കാര്യമാണ്. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് മുന്നറിയിപ്പുകൾ നൽകുമ്പോൾ ആ മുന്നറിയിപ്പുകളെ കേട്ട് അപകടത്തിലേക്ക് പോകാതെ മാനസാന്തരപ്പെടുവാൻ കൃപ നൽകട്ടെ. നമ്മൾ വായിച്ചു കേട്ടതുപോലെ ഈ അന്തിമ സന്ദേശം മോശ നൽകുമ്പോൾ മോശയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങളുടെ മുമ്പാകെ അനുഗ്രഹവും ശാപവും ഞാൻ വെക്കുകയാണ്. എന്റെ വചനങ്ങളെ കേട്ട് അനുസരിച്ചാൽ അനുഗ്രഹം ഉണ്ടാകുവാൻ പോവുകയാണ്, അല്ലെങ്കിൽ വചനങ്ങളെ കേട്ട് അനുസരിക്കാതിരിക്കുവാൻ പോയാൽ ശാപം ഉണ്ടാകുവാൻ പോവുകയാണ്. എന്തിനധികം പറയണം? ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്തിലേക്ക് പോയി, അവർക്ക് അനുഗ്രഹമായിരുന്നു. അവിടെ ആയിരുന്നു. ഈ മോശയ്ക്ക് ശേഷം ഇവർ പോയി, അവർക്കവിടെ അനുഗ്രഹമായിരുന്നു. മക്കളെ, കനാൻ ദേശം അനുഗ്രഹമായിരുന്നു ഇസ്രായേലിന്. കുറച്ചു നാളൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ ചെന്ന് അതിന്റെ നന്മയും ഗുണങ്ങളും ഒക്കെ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തെ എന്ത് ചെയ്തു? മറന്നു കളഞ്ഞു. അതുകൊണ്ട് അതിന്റെ പരിണതപരമായ അസീറിലേക്ക്, ബാബിലോണിലേക്ക് പോയി. പിന്നെ എന്ന് ന്യൂസ് എടുത്ത് വായിച്ചാലും ഇന്നും കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, എന്നറിയാമോ? മിഡിൽ ഈസ്റ്റിൽ എപ്പം ബോംബ് വന്ന് ചാടുമെന്ന് അറിയാൻ മേലാതെ ബാങ്കറുകളിൽ ഒഴിക്കാൻ വേണ്ടി ജനം സജ്ജമായിട്ടിരിക്കുക. അത് നിങ്ങൾ ഉറങ്ങിയിട്ടില്ല. ഇസ്രായേലിന്റെ കാര്യമാണ്, നമുക്കറിയാം. ഇതൊക്കെ ഈ ജനതയുടെ കാര്യമാണ്. നിന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മെരട്ടെ എന്നവർ ആർത്തു പിടിച്ചു. മുന്നറിയിപ്പുകൾ ദൈവം അനവധി നൽകി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇസ്രായേലിന് കീജയ് വിളിക്കുന്നുണ്ട് ദൈവജനം. വേറെ കാര്യം നിങ്ങൾ മനസ്സിലായിക്കോ, ഇസ്രായേൽ ചെയ്യുന്ന എല്ലാ കുരുത്തക്കേടിനും ഇന്ന് നമുക്ക് അവരെ അംഗീകരിക്കാൻ പറ്റത്തില്ല. അവരനുസരണം ദൈവം അവരെ വീണ്ടെടുക്കും. വേറെ ദൈവത്തിന്റെ പദ്ധതിയിലുള്ളതായതുകൊണ്ട്, ദൈവം വിശ്വസ്തനായതുകൊണ്ട് അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി പൂർത്തീകരിക്കണം എന്നുള്ള ദൈവജനത്തിന് വിടുതലുണ്ടാകും. അത് സംഭവിക്കുന്ന കാര്യമാണ്, ഭാവിയിൽ നടക്കുന്ന കാര്യം. പക്ഷെങ്കിൽ അവരിന്ന് അനുഭവിക്കുന്നതിന്റെ കാരണങ്ങളെല്ലാം എന്തെന്ന് ചോദിച്ചാൽ, വിശ്വാസികളായ നമുക്കൊരു മുന്നറിയിപ്പാണ്. ദൈവജനം ദൈവവചനത്തെ മറന്നു കളഞ്ഞാൽ എത്രയും ക്രൂരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമെന്നുള്ളതിന്റെ തെളിവാണ് ഇസ്രായേൽ. അത് തന്നെ ഈ വർഷങ്ങൾക്ക് മുമ്പ് മോശ പറഞ്ഞിട്ട് പോയതാ, നിങ്ങൾക്ക് അനുസരിച്ച് ജീവിച്ച അനുഗ്രഹമാണെന്ന് പറഞ്ഞു. അത് അനുസരിച്ചില്ല. ദൈവജനമേ, ദൈവാന്വേഷണം നമുക്ക് നാളെ ചില കാര്യങ്ങൾ ചേർത്ത് ചിന്തിക്കാം. ദൈവത്തിന്റെ വിശ്വാസം മറ്റനേക തലങ്ങളുണ്ട് അവരുടെ പുസ്തകത്തിൽ. ഇന്ന് രാത്രി നമ്മൾ കണ്ട 4 കൂട്ടം കാര്യങ്ങളാണ്. വളരെ ലളിതമാണ്. 2024 അന്ത്യസമയത്ത് നമ്മൾ എത്തി നിൽക്കുകയാണ്. നമുക്ക് അറിഞ്ഞുകൂടാ 2025 നമ്മൾ കടക്കുമോ, കർത്താവ് വരുമോ, നമ്മൾ എത്ര പേര് ജീവിച്ചിരിക്കും എന്ന് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ ദൈവം നമുക്ക് നൽകിയ ഈ 2024 അന്ത്യസമയത്ത് നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഈ സന്ദേശം നമ്മളോട് നൽകുന്നത് ഇത്രമാത്രമാണ്. 2ാം തലമുറക്കാർ കനാൻ ദേശത്തേക്ക് കരകരമാക്കുവാൻ പോകുമ്പോൾ ഈ ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ പുറപ്പെട്ട് 40-ാം വർഷം 11-ാം തീയതി മോശ ദൈവജനത്തിന് സന്ദേശം നൽകുമ്പോൾ അവർ കനാൻ ദേശത്തേക്ക് പോകുവാൻ പോകുകയാണ്. മോശ മരണം വഴിയായി ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാൻ പോകുകയാണ്. എന്നാൽ ഈ പുതിയ തലമുറ, 2ാം തലമുറ കനാൻ ദേശത്തേക്ക് പോകുമ്പോൾ അവിടെ മുമ്പാകെ 2 കാര്യം മോശ വയ്ക്കുകയാണ്. ഒന്ന്, നിങ്ങളുടെ മുമ്പാകെ അനുഗ്രഹം വയ്ക്കുകയാണ്, ശാപം വയ്ക്കുകയാണ്. ദൈവം എന്നിട്ട് പറയുകയാണ്, ഈ ദൈവം നിങ്ങളെ ഈജിപ്തിൽ 400 വർഷം സൂക്ഷിച്ചതും 40 വർഷം മരുഭൂമിയിൽ നടത്തിയതും താൻ വിശ്വസ്തനായിരുന്നു കൊണ്ടാണ്. ആ ദൈവത്തോട് നിങ്ങൾ വിശ്വസ്തനായിരിക്കണം. നിങ്ങൾ കനാൻ ദേശത്തേക്ക്, പുതിയ അനുഗ്രഹത്തിന്റെ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഈ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. അവൻ വിശ്വസ്തനായിരിക്കും. ആ ദൈവത്തോട് നിങ്ങളും വിശ്വസ്തരായിരിക്കണം. ഈ ദൈവം ഏതൊക്കെ കാര്യങ്ങളിലാണ് തന്റെ ജനത്തോട് വിശ്വസ്തരായിരിക്കുന്നത്? 4 കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്,
തന്റെ ജനത്തോട് സംസാരിക്കുന്നതിൽ താൻ വിശ്വസ്തനാണ്. എപ്പോഴാണ് താൻ സംസാരിച്ചത്? When they turned their back towards the wilderness, മരുഭൂമിക്ക് അഭിമുഖമായി ദൈവത്തിന് പുറംതിരിഞ്ഞ് നടന്നപ്പോൾ then God spoke to them. അപ്പോ ദൈവം അവരോട് സംസാരിച്ചു. നമ്മ ദൈവത്തോട് മത്സരിച്ച് നടക്കുമ്പോഴും നമ്മുടെ പിന്നാലെ ദൈവം വന്ന് സംസാരിക്കുന്നു. ഈ 24ന്റെ അവസാന മണിക്കൂറിൽ നമ്മൾ ദൈവത്തോട് എത്രയോ മത്സരങ്ങൾ കാണിച്ചു, അനുസരണക്കേട് കാണിച്ചു. പൊക്കോട്ടെ എന്ന് വിചാരിക്കാതെ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ നാണവും മാനവും ഇല്ലാതെ നമ്മുടെ പിന്നാലെ വരിക. ദൈവം സംസാരിച്ചു കൊണ്ടേയിരിക്കുക. ഇന്ന് രാത്രിയിലും എന്നോട് നിങ്ങളോട് ദൈവം സംസാരിക്കുക. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഞാൻ വിശ്വസ്തനാണ്. ഇത്ര വിശ്വസ്തനല്ലേ? നമ്മൾ നശിച്ചു പോകാതിരിക്കുവാൻ വീണ്ടും വീണ്ടും നമ്മുടെ പിന്നാലെ വടക്കേ രാജ്യത്തോടും തെക്കേ രാജ്യത്തോടും ദാവീദിനോടും ഒക്കെ നിരന്തരമായി പിന്നാലെ സംസാരിച്ച ആ ദൈവത്തിന്റെ വിശ്വസ്തതയാണ് ഇന്ന് രാത്രിയിലും ഈ വചനത്തിലൂടെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് നന്ദി പറയാൻ കർത്താവ്, ഇന്ന് രാത്രിയിൽ ഞാൻ മത്സരിച്ച് നിന്നിൽ നിന്ന് അകന്നു പോകുമ്പോഴും എന്റെ പിന്നാലെ വന്ന് എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് വിശ്വസ്തയോടെ സംസാരിക്കുന്നതിനായി നന്ദി എന്ന് പറഞ്ഞ് ആ വചനത്തോട് നമ്മുടെ ഉത്തരവാദിത്വമുണ്ട്. കേൾക്കുക മാത്രമല്ല, കർത്താവ് 2024 എന്നോട് ഒത്തിരി സംസാരിച്ച് കർത്താവ്, ഞാൻ മനസ്സരണക്കേട് കാണിച്ചു, എന്നാൽ ഞാൻ 25 എനിക്ക് നൽകുന്നുവെങ്കിൽ ഈ നാൾ മുതൽ അങ്ങയുടെ വചനത്തോട് ഞാൻ വിശ്വസ്തനായിരിക്കും, അനുസരിക്കും എന്നൊരു തീരുമാനമെടുത്ത അനുഗ്രഹത്തിന്റെ വാതായ 25 നമുക്ക് തുറന്നു നൽകുവാൻ പോവുകയാണ്. രണ്ടാമത്തെ കാര്യം, തന്റെ ജനത്തെ നയിക്കുന്നതിൽ ദൈവം വിശ്വസ്തൻ. ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ഇൻ ഗൈഡിങ് ഹിസ് പീപ്പിൾ. തന്റെ ജനത്തെ നയിക്കുന്നതിൽ വിശ്വസ്തനാണ്. വഴി ഇതാകുന്നു, ഇതിലൂടെ നടന്നുകൊള്ളുക, നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നു മതി, വടക്കോട്ട് തിരിവിൻ എന്ന് പറഞ്ഞ് ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ വഴി നടത്തിയവനായ ദൈവം, പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും വഴി നടത്തിയവനായ ദൈവം ഇന്ന് ആത്മാവിനാൽ തന്റെ ജനത്തെ വഴി നടത്തുന്നതിൽ വിശ്വസ്തനാണ്. നമ്മുടെ വഴി അറിയാതെ ഒരുപക്ഷെ നമ്മൾ ഭാരപ്പെട്ട് കിടക്കുന്നുണ്ടാകും. ഇസ്രായേൽ മക്കൾ മരുഭൂമിയുടെ യാത്ര ചെയ്തപ്പോൾ അടുത്ത ചുവട് എവിടെ എടുത്തു വെക്കണമെന്ന് അറിയാതെ ഭാരപ്പെട്ടപ്പോൾ അവർക്ക് അഗ്നിസ്തംഭവും മേഘസ്തംഭവും അവർക്ക് വഴി കാണിച്ചതുപോലെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ച് നമുക്ക് വഴി കാണിച്ച് നൽകുന്നു.